Good morning, students. Welcome to Adream Classroom. ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ 8ാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ബ്ലോക്ക് 3 അതിലെ 8ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നാണ് നമ്മളുടെ 8ാമത്തെ ചാപ്റ്ററിന്റെ നെയിം. കൾച്ചർ ആൻഡ് സൊസൈറ്റി, സംസ്കാരവും സമൂഹവും. സംസ്കാരത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത്, അതിലെന്തൊക്കെ പോയിന്റ്സുകളാണ് ഉൾക്കൊള്ളുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് കടക്കാം. ബ്ലോക്ക് 3 ചാപ്റ്റർ 8. ആദ്യം നമുക്ക് ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് കൾച്ചർ ആൻഡ് ബയോളജി. സംസ്കാരവും ബയോളജി പറഞ്ഞാൽ എന്താണ്? ജീവശാസ്ത്രവും. അപ്പൊ സംസ്കാരം ജീവശാസ്ത്രത്തെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കുന്നത്. കൾച്ചർ ആൻഡ് ബയോളജി, സംസ്കാരവും ബയോളജിയും, സംസ്കാരവും ജീവശാസ്ത്രവും. കൾച്ചർ ഈസ് ഓഫ്റ്റൻ കോൺട്രാസ്റ്റഡ് വിത്ത് ബയോളജി. സംസ്കാരം എപ്പോഴും ഏതുമായിട്ട് കോൺട്രാസ്റ്റഡ് ആണ്? ബയോളജിയുമായിട്ട് കോൺട്രാസ്റ്റഡ് ആണ്, ബന്ധം പുലർത്തുന്നുണ്ട്. The distinction between culture and biology becomes important when human society is compared to that of animal. അപ്പൊ നമുക്ക് സംസ്കാരത്തെക്കുറിച്ചും ജീവശാസ്ത്രത്തെക്കുറിച്ചും അവ തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുമ്പോൾ ബന്ധമായാലും വ്യത്യാസമായാലും അത് എന്തായിട്ട് താരതമ്യം ചെയ്യാന്നാ പറയുന്നത്? ആനിമൽസ് ആയിട്ട് താരതമ്യം ചെയ്യാം. സംസ്കാരത്തെക്കുറിച്ചും ബയോളജിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ജീവശാസ്ത്രത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? ഹ്യൂമൻ സൊസൈറ്റി ടു ദാറ്റ് ഓഫ് ആനിമൽ. മനുഷ്യ സമൂഹവും ആനിമലുമായിട്ടുള്ള താരതമ്യത്തിലൂടെ നമുക്ക് സംസ്കാരത്തെക്കുറിച്ചും ജീവശാസ്ത്രത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ, അവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഹ്യൂമൻ ആൻഡ് ആനിമൽ ഷെയർ ദ സെയിം ബയോളജിക്കൽ ട്രൈബ്സ്. മനുഷ്യനായാലും, ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനായാലും ആനിമൽസ് ആയാലും ഷെയർ ദ സെയിം ബയോളജിക്കൽ ട്രൈബ്സ്. അതായത് മനുഷ്യനായാലും അതേപോലെ തന്നെ ബയോളജിക്കൽ ആയാലും ജീവശാസ്ത്രം ആയാലും അത് ശരിയായിട്ടുള്ള ട്രൈബ്സ് ആണ് ഉണ്ടാവുക. അവ തമ്മിൽ ഒരേപോലത്തെ സെയിം ബയോളജിക്കൽ ട്രൈറ്റ് ഉണ്ടായിരിക്കുക. അതായത് സെയിം ബയോളജിക്കൽ ട്രൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരേപോലത്തെ സവിശേഷതയാണ് ഉണ്ടായിരിക്കുക, സ്വഭാവ സവിശേഷതയായിരിക്കും ഉണ്ടായിരിക്കുക. ഏതൊക്കെ കാര്യങ്ങളില്? മനുഷ്യനായാലും ആനിമൽസ് ആയാലും ഒരേ ബയോളജിക്കൽ ട്രൈറ്റ്സ് ആണുള്ളത്. ഏതൊക്കെ കാര്യത്തിലത്? ഹങ്കറിന്റെ കാര്യത്തില്, വിശപ്പിന്റെ കാര്യത്തില്, ത്രിഫ്റ്റ് ദാഹത്തിന്റെ കാര്യത്തില്, സെക്സിന്റെ കാര്യത്തിലൊക്കെ മനുഷ്യനും ആനിമൽസും ഒരേ സവിശേഷതയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കൾച്ചറും ബയോളജിയും തമ്മിൽ വളരെ അധികം ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഹ്യൂമൻ ആൻഡ് ആനിമൽ ഷെയർ സെയിം ബയോളജിക്കൽ ട്രൈബ്സ്. ഹ്യൂമൻ ആയാലും ആനിമൽസ് ആയാലും അവ രണ്ടും സെയിം ബയോളജിക്കൽ സവിശേഷതയാണ് കാണിക്കുന്നത്. ഏതൊക്കെ കാര്യത്തില്? ഹങ്കർ, വിശപ്പായാലും നമുക്കറിയാം വിശപ്പ് മനുഷ്യനും ഉണ്ട് ജീവികൾക്കും ഉണ്ട്. ത്രിഫ്റ്റ്, ദാഹം മനുഷ്യനും ഉണ്ട് ജീവികൾക്കും ഉണ്ട്. സെക്സ്വാലിറ്റി മനുഷ്യനും ഉണ്ട് ജീവികൾക്കും ഉണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവ സവിശേഷതകളുടെ കാര്യത്തില് മനുഷ്യനും ആനിമൽസും സെയിം ബയോളജിക്കൽ ട്രസ്റ്റ് ആണ് കാണിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. It can also be said that animals do have certain behavior pattern like humans, but there are striking difference between behavior patterns of both animal and humans. ചില സാഹചര്യങ്ങളിൽ മനുഷ്യനും ആനിമൽസും ബിഹേവിയറൽ പാറ്റേണില്, സ്വഭാവ സവിശേഷതയിൽ മാറ്റങ്ങൾ കാണാം. അല്ലാതെ ഈ കാര്യങ്ങളിലൊന്നും മനുഷ്യനും ഏതൊക്കെ കാര്യങ്ങൾ? വിശപ്പിന്റെ കാര്യത്തിലും ദാഹത്തിന്റെ കാര്യത്തിലും സെക്സ്വാലിറ്റിയുടെ കാര്യത്തിലും മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെ തന്നെയാണ്, ഏകദേശം സെയിം ബയോളജിക്കൽ ട്രൈറ്റ്സ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിന്റെയൊക്കെ ഈ 3 കാര്യങ്ങളുടെയും സ്വഭാവത്തിൽ മനുഷ്യനും അതേപോലെ തന്നെ ആനിമൽസ് എന്തുണ്ട് എന്നാ പറയുന്നത്? ചില വ്യത്യാസവും പ്രകടിപ്പിക്കാം, ഡിഫറൻസും പ്രകടിപ്പിക്കാം. അതാണ് മനുഷ്യനെ ആരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്?
മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഈ 3 ഘടകം അതായത് വിശപ്പും ദാഹവും സെക്സ്വാലിറ്റിയും മനുഷ്യനും ഉണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട്. മനുഷ്യനും ഈ 3 കാര്യങ്ങളുണ്ട്, മൃഗങ്ങൾക്കും ഈ 3 കാര്യങ്ങളുണ്ട്. പക്ഷെ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും ഡിഫറൻസ് ആക്കുന്നത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയർ പാറ്റേൺ, സ്വഭാവ സവിശേഷതയാണ്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന്റെ ബിഹേവിയർ പാറ്റേൺസ് ആണ്. ഇതാണ് കൾച്ചർ ആൻഡ് ബയോളജി എന്ന ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തു തരാനുള്ളത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. കൾച്ചറൽ ട്രേറ്റ് ആൻഡ് കൾച്ചർ കോംപ്ലക്സ്. അതായത് സാംസ്കാരിക സവിശേഷതയും സാംസ്കാരികമായിട്ടുള്ള സങ്കീർണതയും. എന്തൊക്കെയാണ് കൾച്ചറൽ ട്രേറ്റ് ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് എന്ന് നമുക്ക് നോക്കാം. ട്രേറ്റ്സ് ആർ ദ സ്മാളസ്റ്റ് എലമെന്റ് ഓഫ് എ കൾച്ചർ. ട്രേറ്റ് എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഒരു സ്മാളസ്റ്റ് എലമെന്റ് ആണ്. There are many culture traits in every culture. ഒരുപാട് കൾച്ചറൽ സാംസ്കാരിക സവിശേഷത വരുമ്പോൾ അത് എന്താവും? every culture. There are many cultural traits in every culture. Each culture has certain components or traits like ഏതൊക്കെയാണ് കൾച്ചറിന്റെ പ്രധാന സവിശേഷതകളെ? റിച്വല്. ഏതൊക്കെ കാര്യങ്ങളാണ്? റിച്വൽസ്, celebration of different festival which distinction one culture from the other. അതായത് സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് റിച്വൽ, അനുഷ്ഠാനങ്ങളും, സെലിബ്രേഷൻ ഓഫ് ഡിഫറെന്റ് ഫെസ്റ്റിവൽ, വ്യത്യസ്ത ഫെസ്റ്റിവലിന്റെ സെലിബ്രേഷൻസും ഒക്കെയാണ് സംസ്കാരത്തെ എന്താക്കുന്നത്? സംസ്കാരത്തിന്റെ സ്വഭാവ സവിശേഷമായ രൂപമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം കേരളീയന്റേതായിട്ടുള്ള ഫെസ്റ്റിവലും അതേപോലെ തന്നെ റിച്വലും ഉണ്ടായിരിക്കും. ഒരു ബീഹാറിൽ അധിവസിക്കുന്ന ഒരാൾക്ക് അവൻ്റെതായിട്ടുള്ള സംസ്കാരം ഉണ്ടായിരിക്കും, അവൻ്റെതായിട്ടുള്ള റിച്വൽസ് ഉണ്ടായിരിക്കും, അവൻ്റെതായിട്ടുള്ള ഫെസ്റ്റിവൽ സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിഫൈഡ് കൺട്രി ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? റിച്വൽ ആയാലും സെലിബ്രേഷൻ ഓഫ് ഡിഫറെന്റ് ഫെസ്റ്റിവൽ ആയാലും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈവൻ ടച്ചിങ് ഫീറ്റ്, ഷേക്കിംഗ് ഹാൻഡ്, ടേക്കിംഗ് എ പർട്ടിക്കുലർ ഡയറ്റ്, വിയറിംഗ് എ സാരി ആർ ഓൾ കൾച്ചറൽ ട്രേറ്റ്. ഈച്ച് ടച്ചിങ് ഫീറ്റ്, എല്ലായിടത്തും ഒരേപോലെ അതായത് നമ്മൾ ടച്ചിങ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. പൊതുവെ നമ്മളുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ടച്ചിങ് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോഴേക്കും അവര് അങ്ങോട്ട് വാരിപ്പുണരും, അതവിടെ പ്രശ്നമല്ല. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ടച്ചിങ് ഇല്ല. നമ്മൾ എന്താ ചെയ്യുക? കൈ കൂപ്പ് ചെയ്യുക. അതാണ് നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ അഥവാ നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത്. എപ്പോഴും ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ ഷെയ്ക്കൻഡ് കൊടുക്കും. അതൊക്കെയാണ് നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചർ ഏതൊക്കെ രീതിയിൽ വ്യത്യസ്തപ്പെടാം? ടച്ചിങ് ഫീറ്റ്, ഷെയ്ക്കിംഗ് ഹാൻഡ്, ടേക്കിംഗ് പാർട്ടിക്കുലർ ഡയറ്റ്, ഓരോരുത്തരുടെ ഭക്ഷണ രീതികളുടെ, വിയറിംഗ് എ സാരി. അതേപോലെ തന്നെ നമ്മുടെ കാരണം കേരളീയത്തിലുള്ളവരാണ് കൂടുതൽ സാരി യൂസ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതൊക്കെ ഇപ്പൊ വിദേശികളൊന്നും ഇന്ത്യയിലാണ് കൂടുതൽ സാരി യൂസ് ചെയ്യാന്ന് പറയാം. പക്ഷെ ശരിക്കും സാരി എന്നത് ഇംഗ്ലീഷ് പദമാണ്, ചേല എന്നാ പറയാ. ചേല എന്നാണ് യഥാർത്ഥത്തിലുള്ള വേർഡ്. നമ്മളുടെ സാരിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ചേല എന്നാണ്. നമ്മൾ അത് ഇംഗ്ലീഷ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാന്നേ ഉള്ളൂ. ഇന്ത്യയുടെ കൾച്ചർ നോക്കുകയാണെങ്കിൽ ചേല എന്നാണ് പറയുക, ചേലയുടുത്തു എന്നാണ് പറയുക, സാരി ഉടുത്തു എന്നല്ല പറയേണ്ടത്. എന്തായാലും നമ്മൾ ഇംഗ്ലീഷ് സംസ്കാരത്തോട് വളരെയധികം പ്രതിബദ്ധത പുലർത്തിയത് കൊണ്ടാണ് നമ്മൾ വസ്ത്രത്തിന് നമ്മൾ ഏത് പേര് കൊണ്ടുവന്നത്? സാരി എന്ന പദം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ നമ്മളുടെ സംസ്കാരത്തിലുള്ള സവിശേഷതയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. When cultural traits combine together, they പ്രൊഡ്യൂസ് കൾച്ചർ കോംപ്ലക്സ്. കൾച്ചറൽ കോംപ്ലക്സുമായി കൾച്ചറൽ ട്രേറ്റ്സ് എന്ത് ചെയ്യപ്പെടാം? കമ്പൈൻ, ഒന്നിച്ച് കൂടിച്ചേരാം. മജുംദാർ ആൻഡ് മദൻ സേ,
രണ്ട് സോഷ്യോളജിസ്റ്റുകളുടെ പേരാണ് ഇവിടെ പറയുന്നത്, മജുംദാർ ആൻഡ് മദൻ. മജുംദാറും മദനും. Majumdar and Madan say that a culture complex is not an institution, but is the outcome of interaction between several institutions. മജുംദാറിന്റെയും മദന്റെയും അഭിപ്രായത്തിലെ കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനമല്ല, എന്നാൽ അത് but is the outcome of interaction between several institutions. കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥാപനങ്ങളാണ്, ഒരു സ്ഥാപനമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സോഷ്യോളജിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി, കുടുംബം, വിവാഹം, മാരേജ്, കിൻഷിപ്പ്, അതൊക്കെയാണ് സോഷ്യോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കോംപ്ലക്സ്, കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് ആര് പറയുന്നത്? മജുംദാറും മദനും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് എന്താ നോക്കിക്കോളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. ടീച്ചർ പോയിന്റുകളെ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്കത് ഞാനിതിൽ നോക്കിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അത് എഴുതിയെടുക്കും. ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലത്തെ കാര്യം തന്നെയാണ് പറയണത്. അത് ഞാൻ അങ്ങനെ വല്ലാതെ എഴുതിയിട്ടിട്ടില്ല, കാരണം അങ്ങനെ എഴുതിയിടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർഷൻ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലെ പ്രധാന പോയിന്റ്സ് മാത്രമാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ആ പോയിന്റിനനുസരിച്ച് നിങ്ങളതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം. ക്ലാസ് കേട്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ തന്നെ എഴുതാൻ കഴിയണം. അതേപോലെ എലമെന്റ്സ് ഓഫ് കൾച്ചർ, അതും ഞാൻ പോയിന്റ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഡിഗ്രി സ്റ്റുഡൻസ് എത്തണം. അതുകൊണ്ടാണ് ടീച്ചർ പോയിന്റുകൾ മാത്രം എഴുതിയിടാനുള്ള കാരണം. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളൂ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? കൾച്ചർ ഈസ് സോഷ്യൽ. സംസ്കാരം എന്ന് പറയുന്നത് ഒരു എന്താണ്? സോഷ്യലാണ്. കൾച്ചർ ഈസ് ലേൺഡ് ആൻഡ് ഷെയർഡ്. കൾച്ചർ നമുക്ക് എന്ത് ചെയ്യാം? പറയാനും, നമ്മുടെ സംസ്കാരം നമുക്ക് പറയാനും സാധിക്കും, അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും സാധിക്കും. കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ്. കൾച്ചറിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സ്റ്റോറിയെ നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം. അതുകൊണ്ടാണ് കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് എന്ന് പറയാനുള്ള കാരണം. കൾച്ചർ ഈസ് സിംബോളിക്. കൾച്ചറിനെ നമുക്ക് ചിഹ്നങ്ങളിലൂടെ പറയാം, അല്ലെ? നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ പതാക കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സംസ്കാരത്തെയാണ് വിളിച്ചോതുന്നത്. ഇന്ത്യൻ സംസ്കാരമാണ് അവിടെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് കൾച്ചർ ഈസ് സിംബോളിക്. കൾച്ചർ ഈസ് ഡൈനാമിക്. സംസ്കാരം ചലനാത്മകമാണ്. അപ്പോൾ കൾച്ചറിന്റെ സവിശേഷത ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ 5 പോയിന്റ് ആണുള്ളത്. കൾച്ചർ ഈസ് സോഷ്യൽ. കൾച്ചർ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ശ്രദ്ധിച്ചോളൂ. Culture is acquired through social life. Human being is a social animal and as culture is of its own. Culture is shaped by our social interaction and is bound up with social relation with the members of a group. Culture regulates the behavior of members of group and fulfill main need like hunger, shelter, clothing. അതായത് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? കൾച്ചർ ഈസ് ഷേപ്ഡ് ബൈ അവർ സോഷ്യൽ ഇന്ററാക്ഷൻ. ഒരു സാമൂഹികപരമായ ഇടപെടലാണ് കൾച്ചർ. ഒരു സാമൂഹിക ഇന്ററാക്ഷൻ ആണ് കൾച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സാമൂഹിക ഇടപെടൽ വരാം? കൾച്ചർ റെഗുലേറ്റ് ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്. ഒരുപാട് ആളുകളുടെ ബിഹേവിയർ ആണ് കൾച്ചർ. അത് ഏതൊക്കെ രീതിയിലായിരിക്കാം? ഇപ്പൊ നമുക്കറിയാം, വിശപ്പിന്റെ രീതിയില്, അതേപോലെ തന്നെ ഷെൽട്ടർ, നമ്മളുടെ വീടിന്റെ നിർമ്മാണ രീതിയില്, വസ്ത്രധാരണ രീതിയിൽ, അതൊക്കെ കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊക്കെ കൾച്ചറാണ്. ചില ആളുകള് വളരെ എന്താ പറയാ, നമ്മളുടെ സംസ്കാരം വിലയിരുത്തപ്പെടുക നമ്മളെ ഏതൊക്കെ രീതികളിൽ നിന്നും വിലയിരുത്താം. നമ്മളുടെ വസ്ത്രധാരണ രീതിയിൽ നിന്ന് തന്നെ നമ്മളെ ഒരു വ്യക്തിയുടെ സംസ്കാരം വിലയിരുത്താം. നമ്മള് പിന്നെയൊക്കെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് കേട്ടോ. അതിൽ നമുക്ക് ഒരാൾ എന്ത് ധരിക്കണം, അതെങ്ങനെ ധരിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമല്ല. അത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. കാരണം എന്താണ്? മൗലിക അവകാശമാണ് അവിടെ, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അവിടെ ആ വ്യക്തിക്കുള്ളത്. എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്ന്
തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ സംസ്കാരത്തിനനുസരിച്ചാണ്. മാന്യമായ വസ്ത്രങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സംസ്കാരമാണ് അവിടെ വിലയിരുത്തുന്നത്. നമ്മളുടെ ശരീരഭാഗങ്ങൾ കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ധരിക്കുമ്പോൾ അപ്പോഴും നമ്മളുടെ സംസ്കാരം തന്നെയാണ് അവിടെ വിലയിരുത്തുന്നത്. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ആകർഷണീയമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആഭരണങ്ങളും ഓർണമെന്റ്സ് ഒക്കെ ധരിച്ച് നടക്കുന്നതും അത് അവരുടെ അതിനെ ഞാൻ എതിർക്കല്ല, ഒരിക്കലും ആരെയും എതിർക്കാൻ നമുക്ക് അവകാശമല്ല. അത് അവരുടെ സംസ്കാരമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യലാണ്. അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? കൾച്ചർ ഈസ് ലേൺഡ് ആൻഡ് ഷെയർഡ്. സംസ്കാരത്തെ നമുക്ക് എന്ത് ചെയ്യാം? പറയാനും സാധിക്കും, ഷെയർ ചെയ്യാനും സാധിക്കും. അതാണ് സംസ്കാരം. കൾച്ചർ ഈസ് ബിഹേവിയർ അക്വേർഡ് ബൈ മാൻ ഫ്രം ഹിസ് ബർത്ത് ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. വെൻ എ ഹ്യൂമൻ ബേബി ഈസ് ബോൺ ഇറ്റ് ഹെൽപ്ലെസ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി സംസ്കാരം മനസ്സിലാക്കുന്നത് എവിടെ നിന്നായിരിക്കും? മറ്റുള്ളവരുടെ ബിഹേവിയറിൽ നിന്നാണ്. കൾച്ചർ ഈസ് ബിഹേവിയർ ആക്വേർഡ്. കൾച്ചർ എന്ന് പറയുന്നത് എന്തിനെ ആർജിക്കുന്നു? ബിഹേവിയറിനെ ആർജിക്കുന്നുണ്ട്. കാരണം മാൻ ഫ്രം ഹിസ് ബർത്ത് ആൻഡ് ആസ് മെമ്പർ ഓഫ് സൊസൈറ്റി വെൻ ഹ്യൂമൻ ബേബി ഈസ് ബോൺ ഇറ്റ് ഈസ് ഹെൽപ്ലെസ്. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറക്കപ്പെടുമ്പോൾ അവന്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ നിന്നാണ്. മറ്റുള്ളവരുടെ ബിഹേവിയർ ആണ് അവന്റെ ബിഹേവിയർ ആയി മാറുന്നത്. അതുകൊണ്ട് ആ ബേബിക്ക് പറയാനും, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വാക്കുകൾ കൾച്ചർ ഫോളോ ചെയ്യുന്നത് അവന്റെ കുടുംബത്തിന്റെ സംസ്കാരം അനുസരിച്ചായിരിക്കാം. അതുകൊണ്ടാണ് സംസ്കാരം എന്ന് പറയുന്നത് ഷെയറിംഗും ആണ്, ലേൺഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. അതിന്റെ അടുത്ത പോയിന്റ് ആണ് കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ്. സംസ്കാരത്തെ നമുക്ക് ട്രാൻസ്മിറ്റഡ് ചെയ്യാം, ട്രാൻസ്ലേറ്റ് പരിവർത്തനം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? കൾച്ചർ ഈസ് ഹാൻഡഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു അതർ ഹാൻഡ് ആൾസോ ബിറ്റ്വീൻ നേഷൻ ആൻഡ് പീപ്പിൾ വിത്തിൻ ലൈഫ് ടൈം. നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് സംസ്കാരത്തെ നമുക്ക് എന്ത് ചെയ്യാന്നാ പറയുന്നത്? കൈമാറാം. കൾച്ചർ ഈസ് വാട്ട് വി റിസീവ് ഫ്രം പ്രീവിയസ് ജനറേഷൻ ആൻഡ് സബ്സിക്വന്റ്ലി അഡാപ്റ്റ്. അതായത് കഴിഞ്ഞ ജനറേഷനുമായിട്ട് കൾച്ചർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കൾച്ചർ ഈസ് വാട്ട് വി റിസീവ് ഫ്രം പ്രീവിയസ് ജനറേഷൻ ആൻഡ് സബ്സിക്വന്റ്ലി അഡാപ്റ്റ് ടു. അതായത് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ജനറേഷനുമായി കൾച്ചർ കുറെ അധികം പ്രതിബദ്ധത പുലർത്തുന്നുണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഇന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്മിറ്റർ സംഭവിക്കുന്നുണ്ട്. ആരിലൊക്കെയാണ് ഈ ട്രാൻസ്മിറ്റർ സംഭവിക്കുന്നത്? കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ പേരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ത്രൂ ട്രഡീഷൻ, കസ്റ്റം. കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാ? ആരുടെയൊക്കെ സ്വഭാവത്തിലാ? പേരൻസ്. ഇന്നിപ്പോ കുട്ടികളുടെ സംസ്കാരത്തിനനുസരിച്ച് പേരൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ട്രാൻസ്മിറ്റർ. ഇന്നെന്താണ്? ഒരു ന്യൂ ന്യൂജനാണ്. അപ്പൊ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് കുറച്ചെങ്കിലും നമ്മൾ മാറിയേ പറ്റൂ. അതുകൊണ്ട് കൾച്ചർ ട്രാൻസ്മിഷൻ നടക്കുന്നത് എവിടൊക്കെയാണ്? പേരൻസിലും, ടീച്ചേഴ്സിലും, ഫ്രണ്ട്സിലും, ട്രഡീഷൻസിലും, കസ്റ്റംസിലൊക്കെ നടക്കുന്നുണ്ട്. ഏത് പ്രവൃത്തി? കൾച്ചർ ട്രാൻസ്മിഷൻ. അതുകൊണ്ടാണ് കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റ് ആണ് കൾച്ചർ ഈസ് സിംബോളിക്. സംസ്കാരം എന്ന് പറയുന്നത് ഒരു സിംബോളിക് ആണ് എന്ന് പറയുന്നത്. എന്താ സിംബോളിക് ആണ് പറഞ്ഞാല്? സംസ്കാരത്തെ നമുക്ക് എന്തിലൂടെ വിലയിരുത്താം? ചിഹ്നങ്ങളിലൂടെ നമുക്ക് എന്തിനെ വിലയിരുത്താൻ കഴിയും? കൾച്ചറിനെ വിലയിരുത്താം. ചില ചിഹ്നങ്ങൾ നമുക്കറിയാം. നമ്മളുടെ പതാക നമ്മൾ എവിടെ കണ്ടാലും അത് ഇന്ത്യൻ കൾച്ചർ ആണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ചിഹ്നങ്ങളിലൂടെ നമുക്ക് എന്തിനെ വിലയിരുത്താം എന്നാ പറയുന്നത്? കൾച്ചറിനെ വിലയിരുത്താം. The national flag is not any piece of cloth but as a culture. Similarly, the Christian, the cross is a symbol of salvation. അപ്പോ കൾച്ചറിനെ ഏതൊക്കെ രീതിയിലൂടെ വിലയിരുത്താം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നാഷണൽ ഫ്ലാഗ് ഈസ് നോട്ട് എനി പീസ് ഓഫ് ക്ലോത്ത് ബട്ട് ആസ് എ കൾച്ചർ. അതേപോലെ ക്രിസ്ത്യൻസ് ദ ക്രോസ് ഈസ് എ സിംബൽ ഓഫ് സാൽവേഷൻ. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് കൾച്ചർ എന്തായിട്ട് പറയുന്നത്? സിംബലാണ്, സിംബോളിക് ആണ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റ് ആണ് കൾച്ചർ ഈസ് ഡൈനാമിക്. കൾച്ചർ എപ്പോഴും ഒരു ചലനാത്മകമാണ്.
കൾച്ചർ ഈസ് ഡൈനാമിക് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് കൾച്ചർ ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുന്നില്ല. കൾച്ചർ ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കില്ല. എപ്പോഴും കൾച്ചർ എന്താണ്? ഡൈനാമിക് ആണ്, ചലനാത്മകമാണ്. നമ്മുടെ സംസ്കാരം നമ്മളിപ്പോ അമേരിക്കയിൽ ഒരു 10 വർഷം ജീവിച്ചു എന്ന് വിചാരിക്കുക. അവിടെ നമ്മളെ സംസ്കാരം കുറെയൊക്കെ കാഴ്ചവെക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നാൽ അവിടുത്തെ സംസ്കാരവും കാണിക്കും. അങ്ങനെ അതുകൊണ്ടാണ് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാനുള്ള കാരണം, ഒരു ചലനാത്മകമാണ് എന്ന് പറയാനുള്ള കാരണം. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളത് എലമെന്റ്സ് ആണ്. അത് എലമെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളെ അടുത്ത ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് കൾച്ചർ. എന്തൊക്കെയാണ് സംസ്കാരത്തിന്റെ എലമെന്റ്സുകൾ, ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക, പോയിന്റ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. എന്നിട്ട് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങളതായ രീതിയിൽ തന്നെ എഴുതാം. പോയിന്റ്സിനാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. കാര്യം എന്താന്ന് മനസ്സിലാക്കുക, ക്ലാസ് മനസ്സിലാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഒരു ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇഗ്നോന്റെ ബുക്ക് ആണ് ബേസ് ചെയ്ത് പഠിക്കുന്നത്. വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ ക്ലാസ് കേൾക്കുക, മെറ്റീരിയൽ വായിക്കുക, എന്നിട്ട് നിങ്ങളതായ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഇത് കോഴ്സ് ചെയ്യണതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ കാണാപ്പാഠം പഠിച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ആ ബുക്കിൽ എന്താ, അത് മാത്രം കാണാപ്പാഠം പഠിച്ച് ഒരിക്കലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കരുത്. നിങ്ങൾ എഴുതുമ്പോൾ പോയിന്റ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ പോയിന്റ് ആദ്യം എലമെന്റ്സ് ഓഫ് കൾച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ്സ് ആദ്യം എഴുതിയിടുക. എന്നിട്ട് ഓരോ പോയിന്റും എന്താണെന്ന് ഓർത്ത് വെച്ച് മനസ്സിലാക്കി നമ്മളതായ ഒരു ഇമാജിനിൽ വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം 3ാമത്തെ ബ്ലോക്കിലേക്ക് എത്തി. ആദ്യത്തെ ബ്ലോക്കുകളിലൊക്കെ ടീച്ചർ പോയിന്റ്സും കൂടി എഴുതി തന്നിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ എഴുതൽ കുറയ്ക്കും. കാരണം 3ാമത്തെ ബ്ലോക്കൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് വെക്കാറുണ്ടല്ലോ. ആ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് നടത്തുകയും ചെയ്യാം. അപ്പൊ എന്താണ് എലമെന്റ്സ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ എന്തൊക്കെയാണ് കൾച്ചറിന്റെ എലമെന്റ്സ്? ലാംഗ്വേജ് അല്ലെ? കൾച്ചറിന്റെ എലമെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ലാംഗ്വേജിനെയാണ്. ഭാഷ തന്നെയാണ് യഥാർത്ഥത്തിലെ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തെ തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഭാഷ മലയാളമാണ്. രാജസ്ഥാനിനെ തിരിച്ചറിയുന്നത് രാജസ്ഥാന്റെ ഭാഷ ഹിന്ദിയാണ്. തമിഴ്നാടിനെ തിരിച്ചറിയുന്നത് തമിഴ്നാടിന്റെ ഭാഷ തമിഴാണ്. പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർണാടകയെ തിരിച്ചറിയുന്നത് അവിടുത്തെ ഭാഷ കർണാട്ടിക്കാണ്, കന്നഡയാണ്. അങ്ങനെ ഓരോ തെലുങ്കാനയും നമ്മൾ തിരിച്ചറിയുന്നത് തെലുങ്കാനയുടെ ലാംഗ്വേജ് എന്താണ്? തെലുങ്കാണ്. അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ലാംഗ്വേജുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലാംഗ്വേജിലൂടെയാണ് എന്തിനെ തിരിച്ചറിയുക? സംസ്കാരത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു സംസ്കാരത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതിലൂടെയാണ്? കൾച്ചറിലൂടെയാണ്. അതുകൊണ്ടാണ് സംസ്കാരത്തിന്റെ എലമെന്റ് ആയിട്ട് എന്തിനെ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം? കൾച്ചറിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ലാംഗ്വേജ്. ദ essence of a culture is reflected in the language which facilitate day-to-day interaction with other people. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നമുക്ക് എന്ത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട്? ലാംഗ്വേജ് പ്രതിഫലനം ചെയ്യപ്പെടുന്നുണ്ട്. The use of language distinction human being from other species. It is instrumental in the transmission of cultural tradition from one generation to another as it is infused with meaning. Superhoff hypothesis. അതായത് one generation to another, ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്കുള്ള മാറ്റത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്പെയർ ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഭാഷാരീതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ജില്ലയിൽ തന്നെ പല ഭാഷകളുണ്ട്. മലപ്പുറം ജില്ലേനെ നമ്മൾ എക്സാമ്പിൾ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഷകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരുടെ പ്രദേശത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ്
കൾച്ചർ നിലകൊള്ളുന്നത് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് എലമെന്റ്സ് ഓഫ് കൾച്ചറിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഏത്? ലാംഗ്വേജ്. ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലാംഗ്വേജ് നിലകൊള്ളുന്നത്. അത് ഓരോ ജനറേഷൻ അനുസരിച്ചും ലാംഗ്വേജിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തെ നമുക്ക് ഏത് പേരിൽ വിശേഷിപ്പിക്കാം? സ്പെയർവോഫ് ഹൈപ്പോത്തിസിസ് എന്ന പേരിൽ അതിനെ വിശേഷിപ്പിക്കാം. അടുത്തതാണ് ബിലീഫ്. എന്താണ് ബിലീഫ് എന്ന് പറഞ്ഞാൽ? ബിലീഫ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിശ്വാസം. എബ്രഹാം says that belief is a statement or idea about reality which people accept for true. ബിലീഫ് വിശ്വാസത്തിലൂടെയും അതുകൊണ്ടാണ് ബിലീഫ് കൾച്ചറിന്റെ എലമെന്റ് ആവാനുള്ള കാരണം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, അത് അവരുടെ സംസ്കാരം. ചിലര് വിഗ്രഹ ആരാധനയെ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ചില ആളുകൾ വിഗ്രഹ ആരാധനയെ വിശ്വസിക്കുന്നില്ല. അതൊക്കെ അവരുടെ വിശ്വാസമാണ്, അതൊരു കൾച്ചറാണ്, അവരുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ എബ്രഹാം says that belief is a statement or idea about reality which people accept. ഓരോ ജനങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയോ അല്ലെങ്കിൽ ആശയത്തെയോ ആണ് എന്ത് പറയുന്നത്? ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിലീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For example, many people in India believe in God and many auspicious occasions like marriage are scheduled on the basis of auspicious dates. Even marriage are fixed when the horoscopes of bride and groom matches. അതായത് ബിലീഫ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു? ഗോഡ്, ദൈവമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മാരേജ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തീരുമാനപ്രകാരം നടക്കപ്പെടുന്ന ഒരു ഘടകമാണോ എന്നും നമ്മൾ വിശ്വസിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവീകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാരേജിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിക്സഡ് ഡേറ്റും അതേപോലെ തന്നെ നമ്മളുടെ ആചാരപരമായ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വിവാഹം നടത്തുന്നത്. നമുക്കറിയാം, ഓരോ ഹിന്ദു സമൂഹമാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് അതിനൊരു ഡേറ്റ് നിശ്ചയിക്കും. ജ്യോത്സ്യനെ കണ്ട് ഒരു ഡേറ്റ് നിശ്ചയിച്ച് വിളക്കൊക്കെ കത്തിച്ചേച്ച് നമ്മൾ അത്രയും അത്രയും വിശ്വാസത്തിലൂടെയാണ് ആ ഒരു പ്രവൃത്തി നടത്തുന്നത്. അതാണ് വിശ്വാസം. അതേപോലെ തന്നെ ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ മതവിശ്വാസത്തിലൂടെയാണ് മാരേജ് എന്ന ഒരു മംഗളപരമായ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ബിലീഫ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസം എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ് നോംസ്, മാനദണ്ഡം. മാനദണ്ഡം എങ്ങനെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. Norms are prescribed rule of society which guide the behavior of the members of society. നമുക്കറിയാം, നമ്മൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു റൂൾസ് ഉണ്ട്, നിയമമുണ്ട്. മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹം പ്രവർത്തിക്കുന്നത്. നിയമത്തിന്റെയും റൂൾസുകളുടെയും ഗൈഡ് ലൈൻസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഓരോ സമൂഹവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മാനദണ്ഡം സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് ഒരുപാട് റൂൾസും റെഗുലേഷനും ഉണ്ട്. ഇന്ത്യയിൽ താമസിക്കണമെങ്കിലും ഒരുപാട് റൂൾസും റെഗുലേഷനും ഉണ്ട്. ആ റൂൾസും റെഗുലേഷനും ഫോളോ ചെയ്തിട്ട് വേണം നമുക്കിവിടെ ജീവിതം പുലർത്താൻ. അതുകൊണ്ടാണ് മാനദണ്ഡം എന്തിന്റെ എലമെന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. സംസ്കാരത്തിന്റെ എലമെന്റ് ആണ് മാനദണ്ഡം എന്ന് പറയാനുള്ള കാരണം. They direct the conduct of the members of the society. It is guideline for appropriate behavior. കാരണം വ്യത്യസ്ത സമൂഹമുള്ള ആളുകളാണ്, വ്യത്യസ്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് അത്യാവശ്യമാണ്? മാനദണ്ഡം അത്യാവശ്യമാണ്. അതുകൊണ്ട് മാനദണ്ഡത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാനദണ്ഡം എന്തുമായി ബന്ധം പുലർത്തുന്നുണ്ട്? നോംസ് എന്തുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്? കൾച്ചറുമായി ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ് വാല്യൂസ്, മൂല്യങ്ങൾ. മൂല്യങ്ങൾ സംസ്കാരത്തിന്റെ എലമെന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? വാല്യൂസ് ആർ ദ ജനറൽ ഗൈഡ് ലൈൻസ് ഓഫ് റിഗാർഡിംഗ് കണ്ടക്ട് ഇൻ സൊസൈറ്റി അൺലൈക്ക് നോംസ് വിച്ച് പ്രൊവൈഡ് സ്പെസിഫിക് കണ്ടക്ട്. മൂല്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻസ് ആയിട്ടാണ് മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നത്.
അതായത് മാനദണ്ഡങ്ങളിലൂടെ പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മൾ എന്തിലൂടെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്? മൂല്യങ്ങളിലൂടെ പ്രവർത്തിക്കണം. നമുക്ക് ഒരുപാട് മൂല്യങ്ങളുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അത് നമ്മളുടെ ഒരു മൂല്യമാണ്. അത്തരത്തിലുള്ള മൂല്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ച് കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മൂല്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. There are generalized standards that define what is good or bad, ugly or beautiful. എന്താണ് നല്ലത്, എന്താണ് തെറ്റ്, എന്താണ് മോശം, എന്താണ് മനോഹരം, അതൊക്കെ വിലയിരുത്തുന്നത് എന്തിലൂടെയാണ്? മൂല്യങ്ങളിലൂടെയാണ്. ഗുഡ് ഓർ ബാഡ്, നല്ലതും ചീത്തതും തിരിച്ചറിയുന്നത് മൂല്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് മൂല്യങ്ങൾ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് വ്യക്തമാക്കുന്നത്. അടുത്തത് ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫങ്ഷൻ ആർ പെനാലിറ്റി ആൻഡ് റിവാർഡ് ഫോർ സോഷ്യൽ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഉപരോധം എന്ന് പറയാം. പെനാലിറ്റിയോ റിവാർഡോ. പെനാലിറ്റി പറഞ്ഞ ശിക്ഷ, റിവാർഡ് പറഞ്ഞ സമ്മാനം. അപ്പൊ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പെനാലിറ്റിയും റിവാർഡുമാണ് ഏത്? സാങ്ഷൻ. സാങ്ഷൻ അപ്പൊ ഏതിന്റെ എലമെന്റ് ആണ്? കൾച്ചറിന്റെ എലമെന്റ് ആണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റിവാർഡിനെയോ പെനാലിറ്റിയെയോ നമുക്ക് എന്ത് പറയാം? സാങ്ഷൻ എന്ന് പറയാം. സാങ്ഷൻ ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സാങ്ഷൻ എപ്പോഴും എന്തൊക്കെയായിട്ട് വരാം? പോസിറ്റീവ് അഥവാ നെഗറ്റീവ്. സാങ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തായിരിക്കാം? നെഗറ്റീവ് ആയിരിക്കാം. പെനാലിറ്റി വരുമ്പോൾ നെഗറ്റീവ് ആവാം, റിവാർഡ് വരുമ്പോൾ പോസിറ്റീവ് ആവാം. On the other hand, violation of norms attract negative sanction like fine, imprisonment. ഫൈന്, ജയിലിൽ അടക്കപ്പെടുക, ഇതൊക്കെയാണ് നെഗറ്റീവ് സാങ്ഷൻ. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റിവാർഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പെനാലിറ്റിയോ ഫൈനോ ഇംപ്രിസൺമെന്റ് ഒക്കെ ആയിരിക്കും നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിവാർഡ്സ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന റിവാർഡ് ആയിരിക്കും പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങളെയാണ് കൾച്ചറിന്റെ എലമെന്റ്സ് ആയിട്ട് ഇവിടെ വിലയിരുത്തുന്നത്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ക്ലാസ് കേൾക്കുക, പോയിന്റുകൾ മനസ്സിലാക്കുക, ടെസ്റ്റ് വായിക്കുക, എന്നിട്ട് നിങ്ങളതായ രീതിയിലായിരിക്കണം നിങ്ങൾ ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ പോയിന്റുകളാണ്. അതുകൊണ്ട് നിങ്ങളതായ രീതിയിൽ മാത്രം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ്? തരങ്ങൾ ഏതൊക്കെ? രീതികൾ ഏതൊക്കെ? മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ടൈപ്സിന്റെ തരങ്ങൾ രണ്ട് രീതിയിലുണ്ട്. മെറ്റീരിയലും ഉണ്ട്, നോൺ മെറ്റീരിയലും ഉണ്ട്. അതിൽ ടൈപ്സ് ഓഫ് കൾച്ചർ, മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അതിൽ നമുക്ക് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും എന്താ എന്ന് നമുക്ക് നോക്കാം. സോഷ്യോളജിസ്റ്റ് വില്യം എഫ് ഓക്ബൺ ഡിസ്റ്റിങ്ഷ്ഡ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്ന വില്യം എഫ് ഓക്ബൺ, കൾച്ചറിനെ രണ്ടായി തരംതിരിച്ചു. ഏതൊക്കെയായിട്ടാ? മെറ്റീരിയൽ കൾച്ചർ എന്നും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും. ആരാണ് കൾച്ചറിനെ രണ്ടാക്കി തരംതിരിച്ചത്? വില്യം എഫ് ഓക്ബൺ. ഇനി മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാല് material culture refers to the object which satisfies the material needs of human being like houses, means of transport, factory, food items. Material culture പറഞ്ഞാൽ മെറ്റീരിയൽസ് ഏതൊക്കെ വരും? മെറ്റീരിയൽ കൾച്ചർ refers to object which satisfied material needs human being. മനുഷ്യന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ആവശ്യങ്ങളെയാണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുക. ഹൗസസ്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഫാക്ടറീസ്, ഫുഡ് ഐറ്റംസ്, ഹോസ്പിറ്റൽസ്, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാം. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും?
Non-material culture, on the other hand, refers to non-tangible aspect of culture like customs, ideas, beliefs, pattern of communication. തൊടാൻ കഴിയാത്ത എല്ലാ സംസ്കാരത്തെയും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാം. നമ്മൾക്ക് തൊടാൻ സാധിക്കാത്ത എല്ലാ കൾച്ചറിനെയും നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുക? നോൺ മെറ്റീരിയൽ. ഏതൊക്കെയാണ്? നമ്മൾ കസ്റ്റം, വിശ്വാസങ്ങളെ, ആശയങ്ങളെ, ആചാരങ്ങളെ, ആശയങ്ങളെ, വിശ്വാസങ്ങളെ, കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും നമുക്ക് തൊടാൻ കഴിയില്ല. പക്ഷെ നമ്മളെ പ്രവൃത്തിയാണ്. അത്തരത്തിലുള്ള പ്രവൃത്തിയെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് രണ്ടും തരംതിരിച്ചത് ആരാണ്? വില്യം എഫ് ഓക്ബേൺ. അപ്പൊ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏത് വസ്തുവിനെയും മെറ്റീരിയൽ കൾച്ചർ എന്നും, കാണാൻ കഴിയാത്ത ഏത് വസ്തുവിനെയും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും പറയാം. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? കസ്റ്റംസ്, ഐഡിയാസ്, ബിലീഫ്, പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. സംസ്കാരവും നാഗരികതയും. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നാഗരികത. അപ്പൊ കൾച്ചറും സിവിലൈസേഷനും എന്താണ് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കൾച്ചറും അതേപോലെ തന്നെ സിവിലൈസേഷനും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. കൾച്ചർ ഈസ് ഓഫ്റ്റൻ കോൺട്രാസ്റ്റഡ് വിത്ത് സിവിലൈസേഷൻ. സംസ്കാരവും നാഗരികതയും പരസ്പരം കോൺട്രാസ്റ്റഡ് ആണ്. ഫോർ Ogburn and Nickmoff 1947, civilization is the later phase of culture. കൾച്ചറിന്റെ ഒരു ലേറ്റർ ഫേസ് ഭാഗമാണ് ഏത്? സിവിലൈസേഷൻ. സംസ്കാരത്തിന്റെ അവസാനത്തെ ഭാഗമാണ്, ലേറ്റർ ഫേസ് ആണ് ഏത്? നാഗരികത. ആരാണ് പറഞ്ഞത്? ഓഗ്ബണും നിംകോഫ്. നിംകോഫ്, NIMKOFF, നിംകോഫും എന്നാ പറഞ്ഞത്? 1947. അപ്പൊ 1947 നിംകോഫും അതേപോലെ തന്നെ ഓഗ്ബണും എന്ത് പറഞ്ഞു? കൾച്ചറിന്റെ ഒരു ലേറ്റർ ഫേസ് ആണ് സിവിലൈസേഷൻ എന്ന് അഭിപ്രായപ്പെട്ടു. ഇറ്റ് ഈസ് എ ഹൈലി ഡെവലപ്ഡ് ഓർഗനൈസേഷൻ, എ കോംപ്ലക്സ് ആൻഡ് മോർ ഇവോൾവ്ഡ് ഫ്രം കൾച്ചർ. അതേപോലെ തന്നെ ഇവയെല്ലാം, അപ്പോ നാഗരികത എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഒരു ലേറ്റർ ഫേസ് ആണ്. ഇത് വളർന്ന് ഹൈലി ഡെവലപ്ഡ് ഓർഗനൈസേഷൻ. ഇത് പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു? വികസിക്കുകയും അതൊരു ഓർഗനൈസേഷൻ ആയി മാറുകയും ചെയ്തു. എ കോംപ്ലക്സ് ആൻഡ് മോർ ഇവോൾവ്ഡ് ഫ്രം എ കൾച്ചർ. അത് കൂടുതൽ ഏതിലേക്ക് ചലിഞ്ഞു ചേർന്നു? കൾച്ചറിലേക്ക് കൂടുതൽ ഇവോൾവ്ഡ് ആയി തീരുകയാണ് ചെയ്തത്. When the human society developed certain social and political organization, it is called civilization. What is mean by civilization? When the human society develop certain social and political organization. ഒരു ഹ്യൂമൻ സൊസൈറ്റിയിലെ സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സിറ്റുവേഷനെയാണ് എന്തു പറയുന്നത്? സിവിലൈസേഷൻ. When the human society develop, മനുഷ്യ സമൂഹത്തിൽ എന്താണ് വികസിക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. സാമൂഹികവും രാഷ്ട്രീയപരമായ സംഘടനയുടെ വളർച്ച ഹ്യൂമൻ സൊസൈറ്റിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സിവിലൈസേഷൻ എന്ന് വിളിക്കാം. സമൂഹത്തിന്, അതായത് ഹ്യൂമൻ സൊസൈറ്റിയിലെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായിട്ടും ഡെവലപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഏത് പേരിലാണ് അറിയപ്പെടുക? സിവിലൈസേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള ടോപ്പിക്കാണ് കൾച്ചറൽ ചേഞ്ച്. സാംസ്കാരിക മാറ്റം. വാട്ട് ഈസ് മീൻ ബൈ കൾച്ചറൽ ചേഞ്ച്? എന്താണ് കൾച്ചറൽ ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൾച്ചറൽ ചേഞ്ച്, കൾച്ചർ ഈസ് ഡൈനാമിക്. കൾച്ചർ എന്ന് പറയുന്നത് ചലനാത്മകമാണ്. ദി എലിമെന്റ്സ് ഓഫ് കൾച്ചർ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. സംസ്കാരം എന്ന് പറയുന്നത് ഒരു ചലനാത്മകമാണ്. അത് ഓരോ ടൈമിലും എന്ത് ചെയ്യപ്പെടുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി തന്നെയാണ്. കൾച്ചർ ഒരു ചലനാത്മകമാണ്. മാത്രമല്ല കൾച്ചർ എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. ടൈം ടു ടൈം എന്നാ പറയുന്നത്. ദി എലിമെന്റ്സ് ഓഫ് കൾച്ചർ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം.
In today's society, we see a lot of change in the culture of society. ഇന്നത്തെ സമൂഹം ഓരോ ദിനത്തിലും എന്ത് ചെയ്യപ്പെടുന്നു? മാറ്റം ഉൾക്കൊള്ളുന്നു. There is change in the eating habit. എന്തിലേക്കാണ് ആ മാറ്റം? എന്തിലേക്കാണ് കൾച്ചറിൽ മാറ്റം വന്നത്? there is change in the eating habit. നമ്മളുടെ ഭക്ഷണക്രമത്തില്, ഡ്രസ്സിംഗ് പാറ്റേണില്, ടൈപ്സ് ഓഫ് ഫാമിലി, എഡ്യൂക്കേഷൻ, കാസ്റ്റ് ആൻഡ് മെനി ചേഞ്ചസ് വിച്ച് ഇമിനന്റ്. അതായത് ഇന്ന് നമ്മളുടെ സംസ്കാരം ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടൈമിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാ? നമ്മുടെ ഭക്ഷണ രീതിയില്. ശരിയാണല്ലേ? ഇന്നത്തെ കുട്ടികൾക്ക് കഞ്ഞിയും പയറെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യമായിരിക്കും. ഇന്ന് അൽഫാമ്, ബ്രോസ്റ്റ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല ഫുഡുകള്, വിദേശ ഫുഡുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മളുടെ നാടൻ ഭക്ഷണങ്ങൾ ഇന്ന് നമ്മളുടെ മേശയിൽ നിന്നും ടേബിളിൽ നിന്നും ഇല്ലാതായിക്കൊണ്ട് പുതിയ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് പുതിയ ഫുഡുകളിലോടാണ് അട്രാക്ഷൻ. അതുകൊണ്ട് നമ്മൾ ഭക്ഷണ രീതിയിലെ മാറ്റം സാംസ്കാരിക മാറ്റമാണ്. ഭക്ഷണത്തിൽ വന്ന മാറ്റം ഒരു സാംസ്കാരിക മാറ്റമാണ്. അതേപോലെ ഡ്രസ്സിംഗ് പാറ്റേൺ, പണ്ട് കാലങ്ങളിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊന്നുമല്ല ഇന്ന് ധരിക്കുന്നത്. ഡ്രസ്സിംഗ് പാറ്റേൺ മൊത്തത്തിൽ ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു. ഫാമിലിയിലെ പണ്ട് നമ്മളൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നെങ്കിൽ ഇന്നൊരു ന്യൂക്ലിയർ ഫാമിലിയാണ്, കുടുംബത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷനില് ഇന്ന് എല്ലാവരും വിദ്യാസമ്പന്നരാണ്. ഇന്ന് പഠിക്കണം എന്നൊരു ചിന്ത നമ്മളിലെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പൊ എഡ്യൂക്കേഷനിലെ, കാസ്റ്റിലെ തുടങ്ങിയ മാറ്റങ്ങളെയാണ് എന്ത് പറയുക? കൾച്ചറൽ ചേഞ്ച്. ഇതൊന്നും നിങ്ങൾ ക്ലാസ് മനസ്സിലായിട്ട് അതിനനുസരിച്ച് എഴുതിയാൽ മതി. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും കാണാപ്പാടം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമുക്ക് കൾച്ചറൽ ഇന്നവേഷൻ എന്താ എന്ന് നോക്കാം. എന്താണ് കൾച്ചറൽ ഇന്നവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കിക്കോളൂ. ഇന്നവേഷൻ ഈസ് സംതിങ് വിച്ച് ഈസ് ന്യൂലി ക്രിയേറ്റഡ് ബൈ സമ്മൺ. പുതിയതായിട്ടുള്ള കണ്ടെത്തലുകളെയാണ് ഇന്നവേഷൻ എന്ന് പറയുക. കണ്ടെത്തലുകൾ, സാംസ്കാരികപരമായ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നവേഷൻ ഈസ് സംതിങ് വിച്ച് ഈസ് ന്യൂലി ക്രിയേറ്റഡ് ബൈ സമ്മൺ. It may be physical object or an artifact or social in terms of ritual, stories, new idea, new knowledge. ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഏതൊക്കെ ഫിസിക്കലായിട്ടും ആർട്ടിഫിഷ്യലായിട്ടും ഇന്ന് ഇന്നവേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങളില്? റിച്വൽസിന്റെ കാര്യത്തില്, വിശ്വാസത്തിന്റെ കാര്യത്തില്, അതേപോലെ തന്നെ സ്റ്റോറീസ്, ഐഡിയാസിന്റെ കാര്യത്തിൽ, ടെക്നോളജിന്റെ കാര്യത്തിലൊക്കെ ഇന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ഒരു പുതിയ കണ്ടെത്തലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇന്നോവേഷൻ, കൾച്ചറൽ ഇന്നോവേഷൻ ഉദാഹരണമാണ് മാർബിൾസ് ഓഫ് താജ്മഹൽ, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ഇന്നോവേഷൻ ഉദാഹരണമാണ്. പുതിയ കണ്ടെത്തലുകളായിരുന്നു, പക്ഷെ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നമ്മളുടെ ഓരോ ഇന്നോവേഷൻസും ഇന്ന് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, പുതിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ്? അറിവിന്റെ കാര്യത്തിലും, വിശ്വാസത്തിന്റെ കാര്യത്തിലും, നമ്മളുടെ സ്റ്റോറീസിന്റെ കാര്യത്തിലും, ഐഡിയാസിന്റെ കാര്യത്തിലും ഒക്കെ ഇന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? കൾച്ചറൽ ഇന്നോവേഷൻ സംഭവിക്കുന്നു. ഇതിനെയാണ് കൾച്ചറൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, അസിമിലേഷൻ തുടങ്ങിയ പോയിന്റുകളൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുകളിലായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുട്ടികളെ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം, സാംസ്കാരികമായ വ്യാപനം. എപ്പോഴൊക്കെയാണ് സാംസ്കാരികമായ വ്യാപനം നടക്കുന്നത് തുടങ്ങിയ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കഷൻ നടത്തുന്നത്. നമുക്കറിയാം, സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യാപനം തന്നെയാണ്. സംസ്കാരത്തിന്റെ വ്യാപനം മൂലമാണ് സംസ്കാരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായത്. ഇപ്പൊ സാംസ്കാരിക വ്യാപനം എത്രമാത്രം സൊസൈറ്റിക്ക് അനുകൂലമായിരുന്നു എന്നും പ്രതികൂലമായിരുന്നു എന്നും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ elements of culture spread from one society to another, or it is the spread of cultural traits from one group to the other.
കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ എലമെന്റ്സ് ഓഫ് കൾച്ചർ സ്പ്രെഡ് ഫ്രം വൺ സൊസൈറ്റി ടു അനദർ. ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്കുള്ള സംസ്കാരത്തിന്റെ ആ ഒരു വ്യാപനത്തെയാണ് എന്ത് പറയുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എലമെന്റ്സ് ഓഫ് കൾച്ചർ സ്പ്രെഡ് ഫ്രം വൺ സൊസൈറ്റി ടു അനദർ. ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്കുള്ള സംസ്കാരത്തിന്റെ വ്യാപനത്തെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ദ സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ട്രേഡ്സ്. അതേപോലെ തന്നെ കൾച്ചറിന്റെ കൾച്ചർ അവിടെ എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നു. എല്ലായിടത്തേക്കും കൾച്ചറിന്റെ സവിശേഷതകൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു എന്നാ പറയുന്നത്? സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. വൺ ഗ്രൂപ്പ് ടു അതർ. ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലേക്ക് സംസ്കാരം സംസ്കാരത്തിന്റെ ട്രേഡ്സ് സവിശേഷതകള് സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയാം. Due to the development, transportation and communication and movement of people from one place to another without restriction, there is spread of culture in the form of food, dress, lifestyle, education, etc. Cultural diffusion എന്ന് പറയുമ്പോൾ due to the development in transportation and communication, ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും വരുന്ന വികസനവും അതേപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ മൂവ്മെന്റ്, ചലനം എവിടൊക്കെ? ഒരു വൺ പ്ലേസ് ടു അതർ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള പീപ്പിൾസിന്റെ മൂവ്മെന്റ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ജനങ്ങളുടെ ആ മൂവ്മെന്റിനെ നമുക്ക് എന്ത് പറയാം? സ്പ്രെഡ് ഓഫ് കൾച്ചർ, കൾച്ചറിന്റെ സ്പ്രെഡിങ് അഥവാ വ്യാപനം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കൾച്ചറിന്റെ സ്പ്രെഡിങ് ഏതൊക്കെ കാര്യങ്ങളിൽ വരാം? ഫുഡിൽ വരാം, ഡ്രസ്സിൽ വരാം, ലൈഫ് സ്റ്റൈലിൽ വരാം, എഡ്യൂക്കേഷനിൽ വരാം. ഇതിനെയാണ് സാംസ്കാരിക വ്യാപനം അഥവാ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല് ഡെവലപ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനിലും ഉണ്ടാകുന്ന വികസനമാണ്. ആൻഡ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ, വിത്തൗട്ട് റെസ്ട്രിക്ഷൻ, യാതൊരു നിയന്ത്രണവും കൂടാതെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള പീപ്പിൾസിന്റെ മൂവ്മെന്റ് ആണ് ഏത്? കൾച്ചറൽ ഡിഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പ്രെഡ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് അതിന്റെ ഇത് വരുന്നത്? ഫുഡിലാവാം, ഡ്രസ്സിലാകാം, ലൈഫ് സ്റ്റൈലിലാവാം, എഡ്യൂക്കേഷനിലാകാം. അതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ കൾച്ചറൽ ഡിഫ്യൂഷന്റെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ കൾച്ചറൽ ഡിഫ്യൂഷൻ ഹാപ്പൻസ് അറ്റ് 2 levels: ഡിഫ്യൂഷൻ ഓഫ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. കൾച്ചറൽ ഡിഫ്യൂഷനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഡിഫ്യൂഷൻ ഓഫ് മെറ്റീരിയൽ കൾച്ചർ എന്നും ഡിഫ്യൂഷൻ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും. കൾച്ചറൽ ഡിഫ്യൂഷനെ രണ്ടായിട്ട് തിരിക്കാം: ഡിഫ്യൂഷൻ ഓഫ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അതായത് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ഏതിൽ വരും? കൾച്ചറൽ ഡിഫ്യൂഷനിൽ വരും. അക്കോർഡിംഗ് ടു വില്യം എഫ് ബോക്ബേൺ 1956, the elements of non-material culture are more resistant to change than the material culture. അതായത് വില്യം എഫ് ബോക്ബേണിന്റെ അഭിപ്രായത്തിൽ നോൺ മെറ്റീരിയൽ കൾച്ചർ more resistant to change than the material culture. മെറ്റീരിയൽ കൾച്ചറിനേക്കാൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് സംഭവിക്കുന്നത് ഏതിലാണെന്നാ പറയുന്നത്? നോൺ മെറ്റീരിയൽ കൾച്ചറിലാണ്. അക്കോർഡിംഗ് ടു വില്യം എഫ് ബോക്ബേൺ, the element of non-material culture are more resistant to change than the material culture. മെറ്റീരിയൽ കൾച്ചറിനേക്കാൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് സംഭവിക്കുന്നത് ഏതിലാന്നാ പറയുന്നത്? നോൺ മെറ്റീരിയൽ കൾച്ചറിലാണ്. ഫുഡില്,
ലൈഫ് സ്റ്റൈലില്, ഡ്രസ്സില്, എഡ്യൂക്കേഷൻ, നമുക്ക് തൊടാൻ കഴിയാത്തതൊക്കെ നോൺ മെറ്റീരിയലാ. അപ്പൊ ആ നോൺ മെറ്റീരിയലിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് സംഭവിക്കുന്നത് എന്ന് ആര് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്? ആരാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്? വില്യം എഫ് ഓക്ബോൺ. അതേപോലെ തന്നെ പിന്നെന്താ, he refers to the term cultural lag to refers to the maladjustment in which non-material culture fail to adjust to the rapidly changing material condition. അതേപോലെ തന്നെ ഇനി എന്താണ് കൾച്ചറൽ ലാഗ് എന്നാ പറയുന്നത്? he refers to the term cultural lag to refer to the maladjustment in which non-material culture fail to adjust to the rapidly changing in which non-material rapidly changing material condition. അതായത് മെറ്റീരിയൽ കണ്ടീഷനും നോൺ മെറ്റീരിയൽ കണ്ടീഷനും പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നില്ല, അവ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതായത് ആ അഡ്ജസ്റ്റ്മെന്റ് ഫെയിൽ ആകുമ്പോൾ സംഭവിക്കുന്ന പ്രക്രിയയാണ് എന്ത്? കൾച്ചറൽ ലാഗ്. ഇനി അതല്ലെങ്കിൽ കൾച്ചറൽ ലാഗ് പറഞ്ഞാല് ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുണ്ടാകുന്ന ആ പൊരുത്തക്കേടിനെ നമുക്ക് എന്ത് പറയാം? കൾച്ചറൽ ലാഗ് എന്ന് പറയാം. നമുക്കറിയാം കൾച്ചർ രണ്ട് രീതിയിലുണ്ട്. മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്, നോൺ മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു ടീച്ചർ. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഏതൊക്കെ വരാം? മെറ്റീരിയൽ കൾച്ചറിന് നമുക്ക് ഹൗസസ് വരാം, ട്രാൻസ്പോർട്ട് വരാം, ഫാക്ടറി വരാം, അതൊക്കെയാണ് മെറ്റീരിയൽ കൾച്ചർ. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? കസ്റ്റംസ്, ഐഡിയാസ്, ബിലീഫ്, അതൊക്കെയാണ് ഏത്? നോൺ മെറ്റീരിയൽ കൾച്ചർ. അപ്പൊ ഈ നോൺ മെറ്റീരിയൽ കൾച്ചറും മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഫെയിൽ ആകുമ്പോഴാണ് എന്തുണ്ടാവുക? കൾച്ചറൽ ലാഗ് ഉണ്ടാകുന്നത്. അപ്പൊ എപ്പോഴാണ് സമൂഹത്തിൽ കൾച്ചറൽ ലാഗ് ഉണ്ടാവുക? മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റില് ഫെയിൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സൊസൈറ്റിയിലെ കൾച്ചറൽ ലാഗ് ഉണ്ടാകുന്നത്. Sometimes disturb the balance of society and brings anomy. Anomy is a concept coined by Emily Durkheim, which refers to the condition of which the normative order of society is broken down. Society broken down. In a situation, there may be slight contradiction and confusion or a series of deterioration and disintegration in society. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് അനോമി. എന്താണ് അനോമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അനോമി ഇസ് എ കൺസെപ്റ്റ് ഓഫ് കോയിൻഡ് ബൈ എമിലി ദുർക്കെയിം. എമിലി ദുർക്കെയിം ആണ് ഈ അനോമി എന്ന ആശയത്തിന് രൂപം കൊടുത്തത്. ഈ അനോമി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻ ദിസ് സിറ്റുവേഷൻ, അനോമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് there may be slight contradiction. സ്ലൈറ്റ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരിയ വൈരുദ്ധ്യം, ആൻഡ് കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, ഓർ സീരിയസ് ഡെറ്ററേഷൻ ആൻഡ് ഡിസിന്റഗ്രേഷൻ ഇൻ സൊസൈറ്റി. തകർച്ചയും ശിഥിലീകരണവും എവിടെ? സമൂഹത്തിൽ. അപ്പൊ അനോമി എന്ന് പറഞ്ഞാല് സമൂഹത്തിലുണ്ടാകുന്ന നേരിയ വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും തകർച്ചയും ശിഥിലീകരണവും ഒക്കെ സമൂഹത്തിൽ സാംസ്കാരികമായിട്ട് തകർച്ചയും വൈരുദ്ധ്യവും ഒക്കെ നേരിയ വൈരുദ്ധ്യം, ആശയക്കുഴപ്പം, തകർച്ച, ശിഥിലീകരണം എന്നിവയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലത്തെയാണ് എന്ന് പറയുന്നത് അനോമി എന്ന് പറയുന്നത്. അപ്പൊ അനോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊക്കെ സിറ്റുവേഷൻ ആണ്? സ്ലൈറ്റ് കോൺട്രഡിക്ഷൻ, നേരിയ വൈരുദ്ധ്യം, കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, ഡിറ്ററേഷൻ, തകർച്ച, അതേപോലെ തന്നെ പിന്നെന്താണ്? ഡിസിന്റഗ്രേഷൻ, ശിഥിലീകരണം എന്നിവയൊക്കെ സംഭവിക്കുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഏത്? അനോമി. ഈ അനോമി എന്ന പ്രോബ്ലത്തെ കണ്ടെത്തിയ വ്യക്തി ആരാണ്? എമിലി ദുർക്കെയിം. ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറൽ. അപ്പൊ കൾച്ചറൽ ഡിഫ്യൂഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താന്ന് വ്യക്തമാക്കി, കൾച്ചറൽ ലാഗ് എന്താന്ന് പറഞ്ഞു,
അനോമി എന്താ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറൽ ഡിഫ്യൂഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് അക്കൾച്ചറേഷനും അസിമിലേഷനും. എന്താണ് അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ എന്ന് നമുക്ക് നോക്കാം. അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ ശ്രദ്ധിക്കുക. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കരണം. സംസ്കരണം എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? അക്കൾച്ചറേഷൻ. ശ്രദ്ധിച്ചോളൂ. കൾച്ചറൽ ഡിഫ്യൂഷൻ ബ്രിങ്സ് വിത്തിൻ ദ ക്വസ്റ്റ്യൻ ഓഫ് കൾച്ചറൽ കോണ്ടാക്ട്. When two cultures come into contact, there is some interchange of ideas and culture leading to cultural diffusion. But when the way of life of one culture is in the process of change under the influence of another culture, it is called എന്താണ്? അക്കൾച്ചറേഷൻ. അതായത് സംസ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ ഡിഫ്യൂഷൻ, സാംസ്കാരിക വ്യാപനം, സാംസ്കാരിക സമ്പർക്കത്തെ പ്രശ്നത്തെ കൊണ്ടുവരുന്നു. കൾച്ചറൽ ഡിഫ്യൂഷൻ ഏത് പ്രശ്നം കൊണ്ടുവരുന്നു എന്നാ പറയുന്നത്? സാംസ്കാരിക സമ്പർക്കത്തിന്റെ പ്രശ്നത്തെ കൊണ്ടുവരുന്നു. മാത്രല്ല, when the two cultures come into contact, there is some interchange of ideas and culture leading to cultural diffusion. രണ്ട് സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ആശയങ്ങളുടെ ചില കൈമാറ്റങ്ങളും സംസ്കാരവും സാംസ്കാരിക വ്യാപനത്തിലേക്ക് നയിക്കുന്നു. When two cultures come into contact, രണ്ട് സംസ്കാരങ്ങൾ, two cultures എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സംസ്കാരങ്ങൾ. രണ്ട് സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആശയങ്ങളുടെ ചില കൈമാറ്റങ്ങളും സംസ്കാരവും സാംസ്കാരിക വ്യാപനത്തിലേക്ക് നയിക്കുന്നു. രണ്ട് സംസ്കാരങ്ങള് സമ്പർക്കത്തിലേക്ക് വരുമ്പോൾ ആശയങ്ങളുടെ ചില കൈമാറ്റങ്ങളും അതേപോലെ തന്നെ സംസ്കാരവും സാംസ്കാരിക വ്യാപനത്തിലേക്ക്, കൾച്ചറൽ ഡിഫ്യൂഷന് കാരണമാകുന്നു. But when the way of life of one culture is in the process of change under the influence of another culture is called acculturation. അതുകൊണ്ട് തന്നെ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ ജീവിത രീതി മറ്റൊരു സംസ്കാരത്തിന്റെ സ്വാധീനത്തിന്റെ മാറ്റത്തിന്റെ പ്രക്രിയയിലായിരിക്കുമ്പോൾ അതിനെ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഒരു സംസ്കാരത്തിന്റെ ഭാഗികമായ പരിഷ്കരണത്തിലേക്ക് അത് നയിച്ചേക്കാം. But when the way of life of one culture is in the process of change under the influence of another culture, ഒരു സംസ്കാരം ഒരു സംസ്കാരം ഏത് പ്രക്രിയയിലേക്ക്? പ്രോസസ് ഓഫ് ചേഞ്ച് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ കൾച്ചർ, മറ്റൊരു സംസ്കാരത്തിന്റെ മാറ്റത്തിലേക്ക് ഒരു സംസ്കാരം വരികയാണെങ്കിൽ അതിനെ എന്ത് പറയാം? അക്കൾച്ചറേഷൻ. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മള് കേരളീയരാണ്, പക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ഏത് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷിനെ, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു ഉദാഹരണമാണ്? അസിമിലേഷന്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന്റെ രീതിയിൽ മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് അക്കൾച്ചറേഷൻ. Acculturation is when the way of life one culture is in the process of change under the influence of another culture. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന്റെ രീതിയെ മാറ്റാൻ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് അക്കൾച്ചറേഷൻ. അതിന് എക്സാമ്പിൾ ആണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. കാരണം നമ്മുടെ രാജ്യത്ത് ഹിന്ദിയും മറ്റ് നമ്മളുടേതായ ദേശീയ ഭാഷകളുമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ഏതിന് ഉദാഹരണമാണ്? അസിമിലേഷന് ഉദാഹരണമാണ്. അസിമിലേഷൻ അല്ല, അക്കൾച്ചറേഷന് ഉദാഹരണമാണ്. അടുത്തതാണ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാംശീകരണം. മറ്റേത് അക്കൾച്ചറേഷൻ ആയിരുന്നു. അത് അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? സംസ്കരണമാണ്. ഒരു ലാംഗ്വേജ് മറ്റൊരു സംസ്കാരത്തിലേക്ക് കടന്നു കയറുക. ഞാൻ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാംശീകരിക്കുക. എന്താണ് സ്വാംശീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ
way in which one way of life is being displaced by another, or it is a process in which a minority group is absorbed in the dominant culture. For example, with the coming up of development projects leading to the clearance of forest, there are many tribal cultures which are getting displaced, and the tribals are slowly getting assimilation in the society. സ്വാംശീകരണം എന്ന് പറഞ്ഞാല് ഒരു ജീവിത രീതി മറ്റൊന്നിനാൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്ന രീതിയാണ്. ഇറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് വൺ വേ ഓഫ് ലൈഫ് ഈസ് ബീയിങ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ. ഒരു ജീവിത രീതി മറ്റൊരു ജീവിത രീതിയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയാണ്. മാത്രല്ല പിന്നെന്താ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ പ്രബലമായ സംസ്കാരത്തിലേക്ക് ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. It is a process in which minority group is absorbed dominant culture. ഒരു ന്യൂനപക്ഷ ഗ്രൂപ്പിനെ ഡോമിനന്റ് കൾച്ചറിലേക്ക് ലയിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ഫോർ എക്സാമ്പിൾ, എന്താണ് അതിന് എക്സാമ്പിൾ? വനങ്ങൾ വെട്ടി തെളിക്കുന്നതിലേക്ക് നയിക്കുന്ന വികസന പദ്ധതികൾ വന്നതോടെ നിരവധി ഗോത്ര സംസ്കാരങ്ങൾ കുടിയിറക്കപ്പെടുകയും ഗോത്രക്കാർ പതുക്കെ സമൂഹത്തിലേക്ക് ലയിക്കുകയും ചെയ്തു. അപ്പൊ ഒരു സംസ്കാരത്തെ, ഒരു മൈനോറിറ്റി ഗ്രൂപ്പിന്റെ സംസ്കാരത്തെ ഏതിലേക്ക് ലയിപ്പിക്കുക? ഡോമിനന്റ് കൾച്ചറിലേക്ക് ലയിപ്പിക്കുന്ന അവസ്ഥയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസിമിലേഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? മരങ്ങൾ വെട്ടിത്തെളിച്ചതോടുകൂടി വനമേഖലയിൽ നിന്നും ട്രൈബൽസ് എവിടേക്ക് ഇറങ്ങി എന്നാ പറയുന്നത്? സമൂഹത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ നിരവധി ഗോത്ര സംസ്കാരങ്ങൾ കുടിയിറക്കപ്പെടുകയും ഗോത്രക്കാർ പതുക്കെ പതുക്കെ സമൂഹത്തിൽ ലയിക്കുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്വാംശീകരണം അഥവാ അസിമിലേഷൻ. അതായത് അസിമിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു ജീവിത രീതി മറ്റൊന്നിനാൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്ന രീതിയാണിത്. മാത്രല്ല, ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ, ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനെ പ്രബലമായ സംസ്കാരത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒന്നാണിത്. അതിന് ഉദാഹരണമാണ് മരങ്ങൾ വെട്ടിത്തെളിക്കുന്നതിലേക്ക് നയിക്കുന്ന വികസന പദ്ധതികൾ വന്നതോടുകൂടി നിരവധി ഗോത്ര സംസ്കാരങ്ങൾ കുടിയിറക്കപ്പെടുകയും ഗോത്രങ്ങൾ പതുക്കെ പതുക്കെ സമൂഹത്തിലേക്ക് ലയിക്കുകയും ചെയ്തു. അപ്പൊ വനങ്ങൾ വെട്ടി നശിപ്പിച്ചതോടുകൂടി ഗോത്ര വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇവിടുത്തെ സംസ്കാരങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വാംശീകരണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ ആൻഡ് അസിമിലേഷൻ. ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക, നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കുക. അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പറയണത്. എന്താ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ നമുക്കറിയാം, വൈവിധ്യം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താ? സാംസ്കാരിക വൈവിധ്യം. സാംസ്കാരിക വൈവിധ്യം ഏതൊക്കെ കാര്യങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്നതാണ് സബ് കൾച്ചറ്, കൗണ്ടർ കൾച്ചേഴ്സ്, കൾച്ചർ ഷോക്ക്, എൻഡനോസെൻട്രിസം. ഇത്രയും കാര്യങ്ങൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന സബ് പോയിന്റുകളാണ് കേട്ടോ. ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ടത് സബ് കൾച്ചറ് 1, അതേപോലെ കൗണ്ടർ കൾച്ചറ്, അതേപോലെ തന്നെ കൾച്ചർ ഷോക്ക് ആൻഡ് എൻഡനോസെൻട്രിസം. ഈ 4 എണ്ണാണ് ഏതിൽ വരുന്നത്? കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്നത്. അതിൽ നമുക്ക് എന്താണ് സബ് കൾച്ചർ എന്ന് നോക്കാം. സബ് കൾച്ചർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കിക്കോളൂ. സബ് കൾച്ചർ, ഇറ്റ് ഈസ് എ കൾച്ചർ within a larger dominant culture. In many complex societies, there are many subcultures. Schaeffer and Lamb says that subculture is a segment of society which shares distinctive pattern of more folkways and values which differ from the pattern of larger society. Subculture എന്ന് പറഞ്ഞാല് it is a culture within a larger dominant culture. സബ്കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് സബ്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമൂഹം വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ചേർന്നതാണ്.
ഇറ്റ് ഈസ് എ കൾച്ചർ വിത്തിൻ എ ലാർജർ ഡോമിനന്റ് കൾച്ചർ. അതെ, വലിയ ആധിപത്യ സംസ്കാരത്തിലുള്ള ഒരു സംസ്കാരമാണിത്. ഇറ്റ് ഈസ് എ കൾച്ചർ വിത്തിൻ എ ലാർജർ ഡോമിനന്റ്. അപ്പൊ നമ്മള് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പറയണേ, വൈവിധ്യങ്ങൾ നിറഞ്ഞ സംസ്കാരത്തെ കുറിച്ചാണ് പറയണത്. അതിൽ വരുന്നതാണ് സബ് കൾച്ചർ. സബ് കൾച്ചർ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കൾച്ചർ വിത്തിൻ എ ലാർജർ ഡോമിനന്റ് കൾച്ചർ ആണ്. അതായത് ഒരു വലിയ ആധിപത്യ സംസ്കാരത്തിനുള്ളിലെ ഒരു സംസ്കാരമാണിത്. ഇൻ മെനി കോംപ്ലക്സ് സൊസൈറ്റി ദർ ആർ മെനി സബ് കൾച്ചർ. പിന്നീട് പല സങ്കീർണമായ സമൂഹങ്ങളിലും നിരവധി ഉപസംസ്കാരങ്ങളുണ്ട്. ഇൻ മെനി കോംപ്ലക്സ് സൊസൈറ്റി. കോംപ്ലക്സ് സൊസൈറ്റി പറഞ്ഞാൽ സങ്കീർണമായ സമൂഹങ്ങൾ. സങ്കീർണമായ സമൂഹങ്ങളിൽ എന്തുണ്ട് എന്നാ പറയുന്നത്? ഒരുപാട് സബ് കൾച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് രണ്ടാളുകൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ് പറയുന്നത്? സ്റ്റീഫർ ആൻഡ് ലാം. സബ് കൾച്ചറെ കുറിച്ച് പറയുന്നത് ആരൊക്കെയാണ്? സബ് കൾച്ചറെ കുറിച്ച് വ്യക്തമാക്കി തരുന്നത് ഷീഫർ ആൻഡ് ലാം. ഇവരുടെ രണ്ടാളുടെയും അഭിപ്രായത്തിൽ സബ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ് കൾച്ചർ ഈസ് എ സെഗ്മെന്റ് ഓഫ് സൊസൈറ്റി വിച്ച് ഷെയർസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് പാറ്റേൺ ഓഫ് മോർ ഫോക്ക് വേവ്സ് ആൻഡ് വാല്യൂസ്. ഒരുപാട് പാറ്റേണുകളുണ്ട്. ഫോക്ക് വേവ്സ്, ഫോക്ക് വേവ്സ് പറഞ്ഞാൽ എന്താ? നാടോടിക്കഥകൾ. നാടോടിക്കഥകളുടെയും മൂല്യങ്ങളുടെയും ഒക്കെയുള്ള ഒരു വലിയൊരു സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് സബ് കൾച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ സബ് കൾച്ചർ എന്ന് പറഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സബ് കൾച്ചർ? അതായത് സബ് കൾച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് ഒരു വലിയ ആധിപത്യ സംസ്കാരത്തിലുള്ള ഒരു സംസ്കാരമാണിത്. പല സങ്കീർണമായ സമൂഹങ്ങളിലും നിരവധി സംസ്കാരങ്ങളുണ്ട്. മാത്രമല്ല സമൂഹത്തിന്റെ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങൾ, നാടോടി രീതികൾ, മൂല്യങ്ങൾ എന്നിവ പങ്കിടുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഒരുപാട് എന്തൊക്കെയാണ്? മോർസ് എന്ന് പറഞ്ഞാല് ആചാരങ്ങൾ, ഫോക്ക് വേവ്സ് എന്ന് പറഞ്ഞാൽ നാടോടി രീതികൾ, വാല്യൂസ് എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ. ഇവയൊക്കെ വലിയൊരു സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തതയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് കൗണ്ടർ കൾച്ചർ. എന്താണ് കൗണ്ടർ കൾച്ചേഴ്സ് എന്നുകൊണ്ട് നോക്കാം. കൗണ്ടർ കൾച്ചർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് കൗണ്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രതിസംസ്കാരം എന്ന് പറയും. കൗണ്ടർ കൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രതിസംസ്കാരം, മറ്റൊരു സംസ്കാരം. അതായത് ത്രൂ ദ ഡിഫറെന്റ് സബ് കൾച്ചർ ഇൻ എ സൊസൈറ്റി, ദി സബ് കൾച്ചേഴ്സ് ഓഫ് എ പാർട്ടിക്കുലർ ഗ്രൂപ്പ് ആർ ആൾവേസ് നോട്ട് കോമ്പറ്റബിൾ വിത്ത് ദ ഡോമിനന്റ് കൾച്ചർ. അതായത് ഒരു സമൂഹത്തിൽ വ്യത്യസ്ത ഉപസംസ്കാരങ്ങൾ ഉണ്ടെങ്കിലും മറ്റു ഉപസംസ്കാരങ്ങളെ അതായത് there are different ഒരു സമൂഹത്തിൽ ഒരുപാട് സബ് കൾച്ചർ ഉണ്ടായിരിക്കും. ആ സംസ്കാരത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരത്തെയാണ് എന്ത് പറയാ? കൗണ്ടർ കൾച്ചർ എന്ന് പറയാ. ത്രൂ there are different subculture in a society, this subculture of a particular group are always not compatible with the dominant culture. അതായത് ഒരു സമൂഹത്തിൽ വ്യത്യസ്ത ഉപസംസ്കാരം ഉണ്ടെങ്കിലും മറ്റ് എന്താണ് ഡോമിനന്റ് ആയിട്ട് വരുന്ന മറ്റ് സംസ്കാരങ്ങളെ നമുക്ക് എന്ത് പറയാം? കൗണ്ടർ കൾച്ചർ എന്ന് പറയാം. Subcultures challenge the prevailing culture and contrast the prevailing culture. Subculture എന്താണ്? ഈ സബ് കൾച്ചറിനെ ചലഞ്ച് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസ്കാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ടർ കൾച്ചർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് dacoits have their own norms and standards which different from the conventional prevailing pattern. അതായത് നോംസും സ്റ്റാൻഡേർഡൊക്കെ ഉള്ള മാറ്റം ഏതിന് ഉദാഹരണമാണ്? ഈ കൗണ്ടർ കൾച്ചറിന് ഉദാഹരണമാണ്. അപ്പൊ കൗണ്ടർ കൾച്ചർ there are different subculture in a society. സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സബ് കൾച്ചറിനെയാണ് എന്ത് പറയാ? കൗണ്ടർ കൾച്ചർ എന്ന് പറയാ. Subculture of a particular group always not compatible with the dominant culture. സബ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക
ഗ്രൂപ്പിലുള്ളതാണ്. പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എവിടെ, കൗണ്ടർ കൾച്ചറിൽ. സം സബ് കൾച്ചർ ചലഞ്ച് ദ പ്രിവൈലിംഗ് കൾച്ചർ ആൻഡ് കോൺട്രാസ്റ്റ് പ്രിവൈലിംഗ് കൾച്ചർ. സബ് കൾച്ചറിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസ്കാരമാണ് കൗണ്ടർ കൾച്ചർ. അതുകൊണ്ട് തന്നെ അതെന്തൊക്കെ വരാമെന്ന ഏതിലേക്കൊക്കെ ഉള്ള വ്യത്യാസമാണ്, സ്റ്റാൻഡേർഡിലും നോംസിലൊക്കെ വരുന്ന വ്യത്യാസത്തെ നമുക്ക് ഏതായിട്ട് ചൂണ്ടിക്കാണിക്കാം, കൗണ്ടർ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കാം കേട്ടോ. ഇനി കൾച്ചർ ഷോക്ക് എന്താ നോക്കാം. സാംസ്കാരികമായിട്ടുള്ള ഷോക്ക്, കൾച്ചർ ഷോക്ക്. സാംസ്കാരിക ആഘാതം. When people come across unfamiliar culture and are unable to cope up with it, they suffer maladjustment. അതായത് അപരിചിതമായ ഒരു സംസ്കാരത്തിൽ ആളുകൾ എത്തിപ്പെടുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് കൾച്ചർ ഷോക്ക് എന്ന് പറയാ. When people come across a unfamiliar culture and are unable to cope with it, they suffer maladjustment. അപരിചിതമായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്ന സംസ്കാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൾച്ചർ ഷോക്ക് എന്ന് പറയാ. മാത്രല്ല, ഇൻ ദി സിറ്റുവേഷൻ ദേ ഫേസ് എ കൾച്ചർ ഷോക്ക് as our society has many subcultures. We may not be aware of all of them, and when we conform the ways of living of some other cultures, we get disoriented. ഈ സാഹചര്യത്തിൽ അവർ ഒരു സാംസ്കാരിക ആഘാതം നേരിടുകയും സമൂഹത്തിൽ നിരവധി ഉപസംസ്കാരങ്ങൾ ഉള്ളതിനാൽ അവയെല്ലാം ഒരുപാട് സംസ്കാരങ്ങളുള്ള ഒരു സമൂഹമാണ്. ഈ സംസ്കാരത്തില് ചില സംസ്കാരങ്ങൾക്ക് നമുക്ക് അറിയാതെ വരും. അപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിലുള്ള ഒരാൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് എത്തി. അവിടെ അറബിയാണ് ഭാഷ. ആ ഭാഷയോട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് എന്ത്, കൾച്ചറൽ ഷോക്ക്. ഇപ്പൊ കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞാല് നമ്മളുടെ സംസ്കാരം മറ്റൊരു സംസ്കാരത്തോട് പൊരുത്തപ്പെടാൻ കഴിയാതെ, നമുക്ക് അവിടുത്തെ സംസ്കാരം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ട ടോപ്പിക്കാണ് എന്തനോസെൻട്രിസം, വംശീയ കേന്ദ്രീകരണം എന്നൊക്കെ പറയും. എന്തനോസെൻട്രിസം അഥവാ വംശീയ കേന്ദ്രീകരണം. എന്താണ് വംശീയ കേന്ദ്രീകരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കിക്കോളൂ. ദ ടേം എന്തനോസെൻട്രിസം വാസ് കോയിൻഡ് ബൈ വില്യം ഗ്രാം സമ്മർ. അതായത് എന്തനോസെൻട്രിസം എന്ന ആശയത്തിന് രൂപം കൊടുത്തത് ആരാണ്, വില്യം ഗ്രാം സമ്മർ ആണ്. To refer to a feeling that one's culture is always superior to other culture. ഒരു കൾച്ചറിനേക്കാൾ മറ്റൊരു കൾച്ചർ വളരെ മുന്നിലാണ് എന്ന് പറയുന്നതാണ് എന്ത്, ആ വാദത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, എന്തനോസെൻട്രിസം. The term ethnocentrism was coined by William Graham Sumner to refer to a feeling that one culture is always superior to another culture. മറ്റൊരു കൾച്ചറിനേക്കാൾ എന്റെ കൾച്ചർ സുപ്പീരിയർ ആണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്വന്തം ഗ്രൂപ്പാണ് എല്ലാറ്റിനും ഉള്ള മറ്റുള്ളവയേക്കാൾ എന്റെ സംസ്കാരമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നതാണ് ഏത്, എന്തനോസെൻട്രിസം. Ethnocentrism is the technical name of the view of thing in which one sovereign group is center everything and all others are scaled and rated with reference to it. അതേപോലെ തന്നെ പിന്നെന്താണ്, ഈ വീക്ഷണത്തിൽ സാങ്കേതിക നാമമാണ് എന്തനോസെൻട്രിസം. ഇത് ആളുകളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന അവരുടെ നാടോടി രീതികളെ എല്ലാം എന്ത് ചെയ്യുന്നു, അവരുടെ നാടോടി രീതികളെയൊക്കെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതാണ് ഏത്, എന്തനോസെൻട്രിസം. സ്വന്തം സംസ്കാരമാണ് മറ്റു സംസ്കാരത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുക, എന്തനോസെൻട്രിസം. മാത്രല്ല അത് എന്തനോസെൻട്രിസം ഈസ് ദ ടെക്നിക്കൽ നെയിം ഓഫ് ദ വ്യൂ. അതിന്റെ അത് സാങ്കേതികപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. എന്തനോസെൻട്രിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതൊരു ടെക്നിക്കൽ രീതിയാണ്, സാങ്കേതികപരമായിട്ടുള്ളതാണ് ഏത്, എന്തനോസെൻട്രിസം. ഇത് ആളുകളെ മറ്റുള്ളവരിൽ നിന്നും
വ്യത്യസ്തരാക്കുന്ന അവരുടെ നാടോടി രീതികളെ എല്ലാം എന്ത് ചെയ്യുന്നു? കൂടുതൽ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ബന്ധനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സംസ്കാരം മറ്റു സംസ്കാരത്തെക്കാൾ ഉയർന്നതാണ് എന്ന് പറയുന്നതിനെയാണ് എന്തനോസെൻട്രിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. The term ethnocentrism was coined William Graham Sumner to refer to a feeling that one culture is always superior to other culture. എന്റെ സംസ്കാരമാണ് മറ്റതിനേക്കാൾ സുപ്പീരിയർ എന്ന് പറയുന്നതാണ് ഏത്? എന്തനോസെൻട്രിസം. അത് മറ്റുള്ളവരും പ്രാവർത്തികമാക്കണം എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തനോസെൻട്രിസം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ചോദിച്ചാൽ സബ് കൾച്ചറെ, കൗണ്ടർ കൾച്ചറെ, കൾച്ചറൽ ഷോക്ക്, എന്തനോസെൻട്രിസം. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഷോർട്ടായിട്ടുള്ള നോട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അത് എഴുതിയെടുക്കുക. ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ ഹൈ സ്റ്റുഡൻറ്. അപ്പോൾ 8th യൂണിറ്റിലെ ബ്ലോക്ക് 3യിലെ 8th യൂണിറ്റിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൾച്ചർ റിലേറ്റീവിസം, സാംസ്കാരിക ബന്ധത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സാംസ്കാരിക ബന്ധത്തെക്കുറിച്ച് എന്താണ് കൾച്ചർ റിലേറ്റീവിസം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇവാലുവേറ്റ് എ കൾച്ചർ ബൈ ഫോൺ സ്റ്റാൻഡേർഡ് ഓർ ഇൻ ഈച്ച് ഫോൺ കണ്ടക്സ്റ്റ് റാദർ ദാൻ ഫ്രം അവർ ഓൺ കൾച്ചർ ലെൻസ്. Abraham says that every element of the culture has a function unique to the group which shares the culture. Many customs and practice in a culture should not be judged as right or wrong, good or bad, but are to be understood in terms of their function. അപ്പോൾ ഇവിടെ കൾച്ചർ റിലേറ്റീവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സാംസ്കാരിക ബന്ധം എന്നതുകൊണ്ട്, അതായത് it is a process in which evaluate a culture by its own stand or in its own context rather than from our own cultural lens. നമ്മുടെ സ്വന്തം സാംസ്കാരിക വീക്ഷണകോണിൽ നിന്നും നോക്കുന്നതിന് പകരം ഒരു സംസ്കാരത്തെ അതിൻ്റെ സ്വന്തം മാനദണ്ഡങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ സ്വന്തം പശ്ചാത്തലത്തിലോ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണിത്. മാനദണ്ഡങ്ങൾ സ്വന്തം നമ്മളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുന്നതിന് പകരം സംസ്കാരത്തെ അതായത് സ്വന്തം വീക്ഷണകോണിൽ നിന്ന് നോക്കുന്നതിന് പകരം സംസ്കാരത്തെ അതിൻ്റെ സ്വന്തം മാനദണ്ഡങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ പശ്ചാത്തലത്തിലോ വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കൾച്ചറൽ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ റിലേറ്റീവ്സം എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും നോക്കുന്നതിന് പകരം സംസ്കാരത്തെ അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ പശ്ചാത്തലത്തിലോ അതിനെ വിലയിരുത്തുന്നതിനെയാണ് കൾച്ചറൽ റിലേറ്റീവിസം എന്ന് പറയുന്നത്. അതാണ് കൾച്ചറൽ റിലേറ്റീവിസത്തിന്റെ പ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ Abraham says that every element of the culture has function unique to the group which shares the culture. അതേപോലെ തന്നെ എന്താണ് എബ്രഹാം പറയുന്നു, സംസ്കാരത്തിന്റെ ഓരോ ഘടകത്തിനും സംസ്കാരം പങ്കിടുന്ന ഗ്രൂപ്പിന് സവിശേഷമായ ഒരു ധർമ്മമുണ്ട്. Abraham says that every element of the culture has a function unique to the group which shares the culture. സംസ്കാരത്തിന്റെ ഓരോ ഘടകത്തിനും സംസ്കാരം പങ്കിടുന്ന ഗ്രൂപ്പിന് സവിശേഷമായ ഒരു ധർമ്മമുണ്ട് എന്ന് എബ്രഹാം പറയുന്നു. എബ്രഹാം എന്താ അവിടെ പറയുന്നത്? സംസ്കാരത്തിന്റെ ഓരോ ഘടകത്തിനും സംസ്കാരം പങ്കിടുന്ന ഗ്രൂപ്പിന് സവിശേഷമായിട്ടുള്ള ഒരു ധർമ്മമുണ്ട്. അപ്പൊ എബ്രഹാം സേസ് ദാറ്റ് എവരി എലമെന്റ് ഓഫ് ദ കൾച്ചർ ഹാസ് എ ഫങ്ഷൻ യൂണിക് ഓഫ് ദ ഗ്രൂപ്പ് വിച്ച് ഷെയർസ് ദ കൾച്ചർ. സംസ്കാരത്തിന്റെ ഓരോ ഘടകത്തിനും സംസ്കാരം പങ്കിടുന്ന ഗ്രൂപ്പിന് സവിശേഷമായൊരു ധർമ്മമുണ്ട് എന്ന് ആര് വ്യക്തമാക്കുന്നു? എബ്രഹാം വ്യക്തമാക്കുന്നു.
അതേപോലെ മെനി കസ്റ്റം ആൻഡ് പ്രാക്ടീസ് ഇൻ എ കൾച്ചർ ഷുഡ് നോട്ട് ബി ജഡ്ജ്ഡ് ആസ് റൈറ്റ് ഓർ റങ്, ഗുഡ് ഓർ ബാഡ്, ബട്ട് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ദയർ ഫങ്ഷൻ. അതായത് ഒരു സംസ്കാരത്തിലെ ആചാരങ്ങളെയും അനാചാരങ്ങളെയും ശരിയോ തെറ്റോ നല്ലതോ ചീത്തതോ ആയി വിലയിരുത്തരുത്, അവിടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അപ്പോ എന്താണ് പറയുന്നത്? ഒരു സംസ്കാരത്തിലെ പല ആചാരങ്ങളെയും, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസ്, ആചാരങ്ങളെയും, അപ്പോ ഒരു സംസ്കാരത്തിലെ പല കസ്റ്റംസിനെയും പ്രാക്ടീസസിനെയും എങ്ങനെ വിലയിരുത്തരുത്? അത് തെറ്റോ ശരിയോ, റൈറ്റ് ഓർ റങ്, അത് തെറ്റാണോ ശരിയാണോ, ഗുഡ് ഓർ ബാഡ്, നല്ലതാണോ ചീത്തതാണോ എന്നീ രീതിയിൽ എന്ത് ചെയ്യരുത് എന്നാ പറയുന്നത്? പത്രത്തിലുള്ള ഒരു വിലയിരുത്തരുത്, പക്ഷെ അവിടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അവയെ മനസ്സിലാക്കാൻ. ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ദയർ ഫങ്ഷൻ, അതിന്റെ ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. ഒരിക്കലും ആചാരമായ കസ്റ്റംസ് ആയാലും പ്രാക്ടീസ് ആയാലും അതിനെ ഏതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത്? അതിനെ ജഡ്ജ്മെന്റിന്റെ, തെറ്റാണ് ശരിയാണ് നല്ലതാണ് ചീത്തതാണ് എന്നീ രീതിയിൽ വിലയിരുത്തരുത്. അതിനെ ഫങ്ഷൻ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം വിലയിരുത്താൻ. ഇപ്പൊ ഒരു കസ്റ്റം ആയാലും പ്രാക്ടീസ് ആയാലും അതിനെ ജഡ്ജിമെന്റ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നല്ലതാണോ ചീത്തതാണോ എന്ന രീതിയിലല്ല വിലയിരുത്തേണ്ടത്, അതിന്റെ ധർമ്മം മനസ്സിലാക്കിയിട്ട് വേണം അതിനെ വിലയിരുത്താൻ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കൾച്ചറൽ റിലേറ്റീവ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെനി അമേരിക്കൻ വണ്ടർ why the Indian farmers refuse to eat their cow even if they starve. Cultural relativism may lead to xenocentrism, which is the opposite of ethnocentrism. അതായത് ഫെനോസെൻട്രിസത്തിന്റെ വിപരീതമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? എൻഡനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ അന്യമത കേന്ദ്രീകരണവാദം എന്ന് പറയും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എൻഡനോസെൻട്രിസം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിൽ കർഷകർ പട്ടിണി കിടന്നാലും പശുക്കളെ ഭക്ഷിക്കാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പല അമേരിക്കക്കാരും ആശ്ചര്യപ്പെടുന്നു. മെനി അമേരിക്കൻ വണ്ടർ, അമേരിക്കക്കാര് അത്ഭുതപ്പെടുന്നു. വൈ ദി ഇന്ത്യൻ ഫാർമേഴ്സ് refuse to eat their cow even if they starve. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കർഷകർ പട്ടിണി കിടന്നാലും കൗവിനെ അതായത് പശുക്കളെ ഭക്ഷിക്കാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പല അമേരിക്കക്കാരും എന്ത് ചെയ്യുന്നു? ആശ്ചര്യപ്പെടുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? കൾച്ചറൽ റിലേറ്റീവിസം may lead to xenocentrism, which is the opposite of ethnocentrism. സാംസ്കാരിക ആപേക്ഷികത വംശീയ കേന്ദ്രീകരണത്തിന് വിപരീതമായ അന്യമത കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം. കൾച്ചറൽ റിലേറ്റീവിസം മീൻസ് സാംസ്കാരിക ആപേക്ഷികത ഏതിൽ നിന്നും? സെനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താ? വംശീയ കേന്ദ്രീകരണത്തിൽ നിന്നും വിപരീതമായി ഏതിലേക്ക് നയിക്കപ്പെടാം? ഓപ്പോസിറ്റ് എൻഡനോസെൻട്രിസം, അന്യമത കേന്ദ്രീകരണത്തിലേക്ക് നയിക്കപ്പെടാം. അപ്പോ ഇന്ത്യയിലെ എല്ലാ ജനതയും പട്ടിണി കിടന്നാൽ പോലും പശുവിനെ ഭക്ഷിക്കുന്നത് വിസമ്മതം കാട്ടുന്നു. അത് ആരേനെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് എന്നാ പറയുന്നത്? അമേരിക്കക്കാരെ അത് അത്ഭുതപ്പെടുത്തുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? സാംസ്കാരിക ആപേക്ഷികത വംശീയ കേന്ദ്രീകരണത്തിന് വിപരീതമായ അന്യമത കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം. അത് അന്യകേന്ദ്രീകരണവാദം എന്ന സ്വന്തം സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന വിശ്വാസമാണ്. അപ്പോ സാംസ്കാരികമായിട്ടുള്ള റിലേറ്റീവിസം അഥവാ സാംസ്കാരിക ആപേക്ഷികത വംശീയ കേന്ദ്രീകരണത്തിന് വിപരീതമായി അന്യമത കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം. അതായത് ഏതിലേക്ക് നയിക്കാന്നാ പറയുന്നത്?
ഫെനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ വംശീയ കേന്ദ്രീകരണം. അതിൽ നിന്നും എന്തിലേക്ക് നയിക്കപ്പെടാം? ഏതിന്? ഫെനോസെൻട്രിസത്തിൽ നിന്നും എന്തനോസെൻട്രിസം ആയിരുന്നു. എന്തനോസെൻട്രിസത്തിൽ നിന്നും എന്തിലേക്ക് നയിക്കപ്പെടാം? ഫെനോസെൻട്രിസത്തിലേക്ക് നയിക്കപ്പെടാം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വംശീയ കേന്ദ്രീകൃതവാദത്തിൽ നിന്നും അന്യമത കേന്ദ്രീകരണവാദത്തിലേക്ക് നയിക്കപ്പെടാം. അന്യമത കേന്ദ്രീകരണവാദം എന്നത് എന്താണ്? സ്വന്തം സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന വിശ്വാസമാണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എന്തനോസെൻട്രിസത്തിൽ നിന്നും, എന്തനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ വംശീയവാദം. അത് എന്തിലേക്ക് നയിക്കപ്പെടാം? ഫെനോസെൻട്രിസത്തിലേക്ക് നയിക്കപ്പെടാം. ഇനി ഫെനോസെൻട്രിസം എന്ന് പറയുന്നത് എന്താണ്? ഫെനോസെൻട്രിസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്യമത കേന്ദ്രീകരണവാദം എന്നത് സ്വന്തം സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ വിശ്വാസത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഫെനോസെൻട്രിസം. ഇതിനെയാണ് നമ്മൾ കൾച്ചറൽ റിലേറ്റീവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുണ്ടായിരുന്നത്. അടുത്തതാണ് മൾട്ടി കൾച്ചറാലിസം. മൾട്ടി കൾച്ചറാലിസം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുസാംസ്കാരികം. ഒരുപാട് ബഹുസാംസ്കാരികവാദത്തെയാണ് മൾട്ടി കൾച്ചറാലിസം എന്ന് പറയുക. ശ്രദ്ധിച്ചോളൂ. In order to understand what a multicultural is, we have to understand what an ethnic group. അതായത് ഒരു ബഹുസാംസ്കാരിക സമൂഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വംശീയ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം. In order to understand what a multicultural is, we have to understand what an ethnic group. അതായത് ഒരു ബഹുസാംസ്കാരിക സമൂഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വംശീയ സംഘം എന്താണെന്ന് നാം എന്ത് ചെയ്യണം? എത്നിക് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? വംശീയ ഗ്രൂപ്പ്. ഒരു വംശീയ അപ്പൊ മൾട്ടി കൾച്ചറൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? എത്നിക് ഗ്രൂപ്പ് എന്താന്ന് മനസ്സിലാക്കണം, വംശീയ ഗ്രൂപ്പ് എന്താന്ന് മനസ്സിലാക്കണം. അപ്പൊ മൾട്ടി കൾച്ചറൽ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏതാദ്യം മനസ്സിലാക്കണം? എത്നിക് ഗ്രൂപ്പ്. അതായത് ഏത് ഗ്രൂപ്പിനെ മനസ്സിലാക്കണം എന്നാ പറയുന്നത്? എത്നിക് ഗ്രൂപ്പ്, വംശീയ ഗ്രൂപ്പ് എന്താന്ന് മനസ്സിലാക്കണം. In today's society, there is the existence of multiple ethnic group. ഇന്നത്തെ സമൂഹത്തിൽ ഒന്നിലധികം വംശീയ ഗ്രൂപ്പുകളുടെ നിലനിൽപ്പുണ്ട്. In today's society, there is the existence of multiple ethnic group. ഇന്നത്തെ സമൂഹത്തില് ഒരുപാട് നിലകൊള്ളുന്നുണ്ട് എന്നാ പറയുന്നത്? എത്നിക് ഗ്രൂപ്പുകൾ. എത്നിക് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? വംശീയ ഗ്രൂപ്പ്. അപ്പൊ ഇന്നത്തെ സമൂഹത്തില് ഒരുപാട് വംശീയ ഗ്രൂപ്പുകൾ നിലകൊള്ളുന്നുണ്ട്. എത്നിക് ഗ്രൂപ്പ് ഈസ് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ഷെയർഡ് എ കോമൺ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് or they share certain common characteristics such as race, language, religion. അതേപോലെ തന്നെ എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പൊതു സാംസ്കാരിക പശ്ചാത്തലം പങ്കിടുന്ന അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിൽ വ്യത്യസ്തമാകുന്നതാണ്. മാത്രല്ല ഇന്നത്തെ സമൂഹത്തില് ഒന്നിലധികം ഗ്രൂപ്പുകളുണ്ട്? എത്നിക് ഗ്രൂപ്പുകളുണ്ട്. മാത്രല്ല എത്നിക് ഗ്രൂപ്പ് ഈസ് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ഷെയർ എ കോമൺ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അതായത് എന്താണ്? ഒരു പൊതു സാംസ്കാരിക പശ്ചാത്തലം പങ്കിടുന്ന അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നതാണ് ഏത് ഗ്രൂപ്പ് എന്ന്? വംശീയ ഗ്രൂപ്പ്. ഏതൊക്കെ കാര്യങ്ങളിലാണെന്ന് വ്യത്യസ്തമാകുന്നത്? റേസ്, ലാംഗ്വേജ്, അതേപോലെ തന്നെ വംശം, ഭാഷ, മതം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്ന് ഏത് ഗ്രൂപ്പ് വ്യത്യസ്തമാണ് എന്നാ പറയുന്നത്? എത്നിക് ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ വംശീയ വൈവിധ്യത്തിന്റെ നിയമപരവും രാഷ്ട്രീയവുമായ സ്വീകാര്യതയ്ക്കായി കിലിംക മൾട്ടിക്കൽ ലിബറലിസത്തെ നിർവചിക്കുന്നു. അതേപോലെ തന്നെ കിമിൽക്ക ഡിഫൈൻ മൾട്ടി കൾച്ചറലിസം ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ അക്കോമഡേഷൻ ഓഫ് എത്നിക് ഡൈവേഴ്സിറ്റി. അതായത് വംശീയ വൈവിധ്യത്തെ അടിസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് കിലിംക ഏതിനെ നിർവചിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? മൾട്ടി കൾച്ചറലിസത്തെ ലീഗലായിട്ടും അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും നിർവചിക്കുന്നുണ്ട്. അപ്പൊ എത്നിക് ഡൈവേഴ്സിറ്റി വ്യക്തമാക്കുന്നതിന് വേണ്ടി
കിളിംക എന്തിനെ നിർവചിക്കുന്നുണ്ട്? മൾട്ടി കൾച്ചറലിസത്തെ ലീഗലായിട്ടും പൊളിറ്റിക്കലായിട്ടും നിർവചിക്കുന്നുണ്ട്. മൾട്ടി കൾച്ചറലിസം എമർജ്ഡ് വെസ്റ്റ് ആസ് ആൻ അറ്റംപ്റ്റ് റിപ്ലേസിംഗ് older form ethnic and racial hierarchy with ideas of democratic citizenship. മൾട്ടി കൾച്ചറലിസത്തെ നിർവചിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വംശീയമായ ശ്രേണിയുടെ പഴയ രൂപങ്ങളെ ജനാധിപത്യ പൗരത്വത്തിന്റെ ആദർശങ്ങൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പാശ്ചാത്യ ലോകത്ത് മൾട്ടി കൾച്ചറലിസം ഉയർന്നു വന്നത് എന്ന് ഈ ആര് വ്യക്തമാക്കുന്നു? കിംലിക്ക വ്യക്തമാക്കുന്നു. അപ്പോ ഇവിടെ ഇത്രയും നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. മൾട്ടി കൾച്ചറലിസത്തെ കിംലിക്ക എങ്ങനെ, അത് ഞാൻ അവിടെ എഴുതിയിട്ടിട്ടില്ല കേട്ടോ, ബുക്കിലാണുള്ളത്. കിംലിക്ക വ്യക്തമാക്കുന്നത് മൾട്ടി കൾച്ചറലിസം ലീഗലായിട്ടും രാഷ്ട്രീയപരമായിട്ടും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. മാത്രല്ല അത് ജനാധിപത്യ പൗരത്വത്തിന്റെ ആദർശങ്ങൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പാശ്ചാത്യ ലോകത്ത് മൾട്ടി നാച്ചുറലിസം ഉയർന്നു വന്നത് എന്നും ഇദ്ദേഹം പറയുന്നു. അപ്പൊ ഇദ്ദേഹം എന്താ പിന്നീട് പറയുന്നത്? കിംലിക്ക മൾട്ടി കൾച്ചറലിസത്തെ കിംലിക്ക വിവരിക്കുന്നുണ്ട്. മാത്രല്ല പാശ്ചാത്യ ലോകത്ത് മൾട്ടി കൾച്ചറലിസം എന്ത് മാറ്റത്തിനാണ് രൂപം കൊടുക്കുന്നത്? ജനാധിപത്യ ആദർശങ്ങൾ ഉപയോഗിച്ച് പാശ്ചാത്യ ലോകത്ത് മൾട്ടി കൾച്ചറലിസം ഉയർന്നു വന്നു എന്നാണ് ആര് പറയുന്നത്? കിംലിക്ക പറയുന്നത്. ഇത്രയും കാര്യങ്ങളെയാണ് മൾട്ടി കൾച്ചറലിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, ആഗോളവൽക്കരണവും സംസ്കാരവും. എന്താണ് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ എന്ന് നമുക്ക് നോക്കാം. ആഗോളവൽക്കരണവും സംസ്കാരവും ശ്രദ്ധിച്ചോളൂ. ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, അതായത് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ എന്നതുകൊണ്ട് ആരാണ് അവിടെ അതിനെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സനാതന സെൻ, അതായത് സനാതന സെൻ says that globalization is associated with the integration of the world, with the market breaking open the barriers across nation state in terms of flow of trade, finance, knowledge, culture and even movement of people. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? സുനന്ദ സെൻ എന്താണ് ഗ്ലോബലൈസേഷനെ പറയുന്നത്? സുനന്ദ സെൻ says that globalization is associated with the integration of the world, with the market breaking open the barriers across nation state in terms of flow of trade, finance, knowledge, culture and even movement of people. ലോകത്തിന്റെ സംയോജനവുമായി ആഗോളവൽക്കരണം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് വ്യാപാരം, ധനകാര്യം, സാങ്കേതിക വിദ്യ, അറിവ്, സംസ്കാരം, ജനങ്ങളുടെ ചലനങ്ങൾ എന്നിവയുടെ ഒരുക്കത്തിന്റെ കാര്യത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ വിപണികൾ തുറക്കുന്നു എന്നാണ് ആര് പറയുന്നത്? സുനന്ദ സെൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഗോളവൽക്കരണം. സാംസ്കാരികപരമായ ആഗോളവൽക്കരണം എന്തൊക്കെ കാര്യങ്ങളിലാണ് സാംസ്കാരികപരമായ ഒരു ആഗോളവൽക്കരണം നടക്കുന്നത്? ഫ്ലോ ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ ഒഴുക്കില്, ഫിനാൻസ്, നോളജ്, കൾച്ചർ തുടങ്ങിയ കാര്യങ്ങളിൽ ബാരിയേഴ്സ്, തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാതും ഒരുമിച്ച് നല്ല രീതിയിൽ ഒഴുകാൻ, അതിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. ഏതെന്നാണ് സുനന്ദ സെൻ പറയുന്നത്? ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം, സംസ്കാരത്തിലുണ്ടായ ആഗോളവൽക്കരണം മൂലം എന്തിന്റെയൊക്കെ ഒഴുക്ക് സുഗമമാക്കുന്നുണ്ട്? ഫിനാൻസിനെയും നോളജിനെയും കൾച്ചറിനെയും ട്രേഡിനെയും ഒക്കെ അതിന്റെയൊക്കെ ഒഴുക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അതിന്റെയൊക്കെ ഒഴുക്ക് എളുപ്പമാക്കുന്നുണ്ട് എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്? സുനന്ദ സെൻ അഭിപ്രായപ്പെടുന്നത്. അതേപോലെ തന്നെ an improvement in transportation and communication and global contact between cultures led to the transmission of values, ideas, meaning and even movement of people around the world. അതേപോലെ തന്നെ
സംസ്കാരത്തിലുണ്ടായ ആഗോളവൽക്കരണം മൂലം ആൻ ഇമ്പോർട്ടന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, global contact between cultures led to the transmission of value, idea, meaning and even movement of people around the world. ഏതൊക്കെ കാര്യങ്ങളിൽ ലോകമൊട്ടാകെ ബന്ധം പുലർത്താൻ സാധിക്കും? ഒരുപാട് വാല്യൂസുകളെ, ഐഡിയാസുകളെ, മീനിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ബന്ധം പുലർത്താൻ ഏതുമൂലം കഴിയുന്നുണ്ട്? ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ഗതാഗതത്തിന്റെ വളർച്ചയ്ക്കും കമ്മ്യൂണിക്കേഷന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഒരു മൂല്യങ്ങളും ഐഡിയകളും അർത്ഥങ്ങളൊക്കെ മാറ്റം ഉണ്ടാക്കുന്നതിനും അങ്ങനെ ഒരുപാട് മാറ്റത്തിന് ഏത് സഹായകമാണ്? ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ സഹായകമാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. കൾച്ചറൽ റിലേറ്റീവിസം, മൾട്ടി കൾച്ചറാലിസം, ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകുമ്പോൾ അതിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ. അപ്പോൾ കൾച്ചർ ഇൻ ഇന്ത്യൻ കണ്ടക്സ്റ്റിലെ കൾച്ചർ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. എന്താണ് കൾച്ചർ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ പറഞ്ഞാല്? ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വിശകലനം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം എത്രത്തോളം സംസ്കാരത്തെ ബന്ധപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. The Indian society is very diverse and extremely complex. S.C. Dubey says that the Indian society had covered a span of 5,000 years since the period of its first known civilization. അതായത് എന്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്നതുകൊണ്ട് ഡൂബെ വ്യക്തമാക്കുന്നത്? ഇന്ത്യൻ സമൂഹം വളരെയധികം ഒരു ഡൈവേഴ്സിഫൈഡ് ആണ്. വളരെ അധികം വൈവിധ്യപൂർണവും അത്യധികം കോംപ്ലക്സുമാണ്. ഇന്ത്യൻ സൊസൈറ്റി വളരെയധികം ഡൈവേഴ്സുമാണ്, വൈവിധ്യവുമാണ്, എക്സ്ട്രീംലി കോംപ്ലക്സ്, അതേപോലെ തന്നെ സങ്കീർണവുമാണ്. ഇന്ത്യൻ സമൂഹവും ഡൈവേഴ്സുമാണ്, അതേപോലെ തന്നെ സങ്കീർണവുമാണ്. അതുകൊണ്ട് തന്നെ S.C. ഡൂബെയുടെ അഭിപ്രായത്തിൽ എന്താണ് ഡൂബെ പറയുന്നത്? The Indian society had covered a span of 5,000 years since the period of its first known civilization. അതായത് നമുക്കറിയാം നാഗരികതയുടെ കാലഘട്ടം മുതൽ 5000 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. നമ്മുടെ സിവിലൈസേഷന്റെ കാലഘട്ടം മുതൽ എത്ര വർഷങ്ങൾ പിന്നിട്ടതാണ് എന്നാ പറയുന്നത്? 5000 വർഷങ്ങൾ പിന്നിട്ടതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ നാഗരികത. S.C. Dubey says that Indian society had covered a span of 5,000 years, the period of first known civilization. ഇന്ത്യൻ നാഗരികതയുടെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്, നാഗരികത എത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്? 5000 വർഷങ്ങളെങ്കിലും പിന്നിട്ടിട്ടുണ്ട് എന്നാണ് ഡൂബെ അഭിപ്രായപ്പെടുന്നത്. നാഗരികതയുടെ കാലഘട്ടം മുതൽ 5000 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. During long period, several waves of immigrant representing different ethnic strain and linguistic family have merged into its population of contribute to its diversity, richness and utility. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഈ നീണ്ട കാലയളവിൽ ഡ്യൂറിങ് ദിസ് ലോങ് പീരിയഡ്, ഈ നീണ്ട കാലയളവിൽ വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളെയും ഭാഷാ കുടുംബങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിരവധി കുടിയേറ്റക്കാർ ജനസംഖ്യയെ അതിൻ്റെ വൈവിധ്യത്തിനും സമ്പന്നതയ്ക്കും ചൈതന്യത്തിനും സംഭാവന ചെയ്തു. അപ്പൊ ഈ നീണ്ട കാലയളവിൽ വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളുടെയും ഭാഷാ കുടുംബങ്ങളുടെയും ലിംഗ്വിസ്റ്റിക് ഫാമിലി, എത്തനിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞ വംശീയ വിഭാഗം, ലിംഗ്വിസ്റ്റിക് ഫാമിലി പറഞ്ഞ ഭാഷാ കുടുംബങ്ങളുടെയും
ഭാഷാ കുടുംബങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിരവധി കുടിയേറ്റക്കാർ ജനസംഖ്യയെ അതിന്റെ വൈവിധ്യത്തിനും സമ്പന്നതയ്ക്കും ചൈതന്യത്തിനും സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The Indian society consists of large number of language, dialect, belief, ritual, custom and tradition. അതേപോലെ തന്നെ പിന്നെന്താണ്, ഇന്ത്യൻ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ്, ഇന്ത്യൻ സമൂഹത്തിൽ ധാരാളം ഭാഷകളുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. പിന്നെന്താണ്, വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ലാർജ്, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ ഒരു ഇവയെല്ലാം നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ് എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഇന്ത്യൻ സമൂഹത്തില് ഒരുപാട് വ്യത്യസ്ത ഭാഷകൾ നിലകൊള്ളുന്നുണ്ട്, വ്യത്യസ്ത വിശ്വാസങ്ങൾ നിലകൊള്ളുന്നുണ്ട്, ആചാരങ്ങൾ നിലകൊള്ളുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെന്താണ്, പാരമ്പര്യങ്ങൾ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹം എല്ലാം കൊണ്ടും ഡൈവേഴ്സിഫൈഡ് ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. It has 22 നാഷണൽ ലാംഗ്വേജ്, ഏകദേശം 22 ദേശീയ ലാംഗ്വേജുകൾ ഉണ്ട് ഇന്ത്യയിൽ. ആൻഡ് 100 ഡയലക്റ്റ്, ഏകദേശം 22 ദേശീയ ഭാഷകളും 100 കണക്കിന് ഭാഷാ ഭേദങ്ങളുമുണ്ട്. 100 കണക്കിന് പല ഭാഷയുണ്ട്, നമുക്ക് അറിയാത്ത ഭാഷകളുണ്ട്. തുളു, കൊങ്കിണി, അങ്ങനെയൊക്കെ പല അറിയപ്പെടാത്ത പല ട്രൈബൽസ് യൂസ് ചെയ്യുന്ന ഭാഷകളുണ്ട്. അറിയപ്പെടുന്ന ഭാഷയായിട്ട് എത്ര എണ്ണാണ്, നാഷണൽ ലാംഗ്വേജ് എത്ര എണ്ണാണ് എന്ന് പറയുന്നത് 22. It has 22 നാഷണൽ ലാംഗ്വേജ്. It is one of the most religiously and ethnically diverse nation of the world. മതപരമായിട്ടും വംശീയപരമായിട്ടും വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. It is one of the most religiously and ethnically, മതപരമായും എന്തനിക്കലി എന്ന വംശീയപരമായിട്ടും പ്രത്യേകത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഡൂബെ says that in the state of Nagaland itself there are 19th language. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഡൂബെയുടെ അഭിപ്രായത്തില് നാഗാലാൻഡ് സംസ്ഥാനത്ത് ഏകദേശം എത്ര ലാംഗ്വേജ് ഉണ്ട് എന്നാ പറയുന്നത്, ഏകദേശം എത്ര ലാംഗ്വേജുകൾ ഉണ്ട് എന്നാ പറയുന്നത് ഇവിടെ 19 ലാംഗ്വേജ് എങ്കിലും അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡൂബെ says that the state of Nagaland itself there are 19th language. റിലീജിയസ് ഫെയ്ത്ത് ഇൻക്ലൂഡ്, മാത്രല്ല പല മതങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഏതൊക്കെ മതമാണ് ഇന്ത്യയിലുള്ളത്, പ്രധാനമായും ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സിക്കിം, ബുദ്ധിസം, ജൈനിസം, അതേപോലെ തന്നെ സൂറോസ്ട്രെയിനിസം, ജുഡായിസം, ജൂതന്മാര്, ഇതൊക്കെ ഇന്ത്യയിൽ നിലകൊള്ളുന്ന മതങ്ങളാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മതപരമായാലും വിശ്വാസപരമായാലും ഭാഷാപരമായാലും ഡയലക്റ്റിക് ആയാലും ട്രഡീഷൻ ആയാലും അതൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഏകദേശം 22 നാഷണൽ ലാംഗ്വേജ് ഉണ്ട്, 100ഓളം വ്യത്യസ്ത അറിയപ്പെടാത്ത ഭാഷകളുണ്ട്. അതുകൊണ്ട് തന്നെ നാഗാലാൻഡിൽ ഏകദേശം 19 ലാംഗ്വേജ് ഉണ്ട് എന്നാ പറയണത്. കൂടാതെ ഇന്ത്യയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊക്കെ മതങ്ങളിലാണ്, ഒരൊറ്റ മതത്തെ മാത്രം ഫോളോ ചെയ്യുന്ന രാജ്യമല്ല ഇന്ത്യ. ഒരുപാട് മതങ്ങൾ ഇന്ത്യയിൽ നിലകൊള്ളുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഒന്നായി ജീവിക്കുന്നുണ്ട്. അതന്നെയാണ് ഇന്ത്യയുടെ മഹത്വം. ഒരുപാട് മതങ്ങൾ നിലകൊള്ളുന്ന ഒരു രാജ്യമായിട്ട് കൂടി മതത്തിന്റെ ഉള്ളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, വർഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നിലകൊള്ളുന്ന ഒരു രാജ്യമായിട്ടും കൂടി നമ്മുടെ രാജ്യം യൂണിറ്റിയായി നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ മതങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാ പറയുന്നത്, ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സിക്കിം, ബുദ്ധിസം, ജൈനിസം, സൂറാസ്ട്രെയിനിസം, ജുഡായിസം, ജൂതന്മാരെ ജുഡായിസം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇന്ത്യയിൽ നിലകൊള്ളുന്ന വിശ്വാസങ്ങളായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് ട്രൈബൽസ് നിലകൊള്ളുന്നുണ്ട്. അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഐഡന്റിറ്റിയും ഹെറിറ്റേജ് ഒക്കെ വളരെ വ്യത്യസ്ത ആണ് കേട്ടോ.
മാത്രല്ല ഇന്ത്യയിലെ ഈ ട്രൈബൽസിനെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ലിറ്റിൽ ട്രഡീഷൻ, ഗ്രേറ്റ് ട്രഡീഷൻ. ലിറ്റിൽ ട്രഡീഷൻ എന്നും ഗ്രേറ്റ് ട്രഡീഷൻ എന്ന പേരിൽ ഇന്ത്യയിലെ ട്രൈബൽസിനെ തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? റോബർട്ട് റാഡ്ഫീൽഡ് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൾച്ചറൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ ആണ്. ഞാൻ ഒരുപാട് എഴുതിയിട്ടൊന്നുമില്ല, ഇത് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതിയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പറയാം. കൾച്ചറൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ. In spite of this diversity in the Indian society discussed above, the Indian society is characterized by unity, and this unity diversity has become part of the India self-identity. Says S.C. Dubey. ഡൂബെയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? യൂണിറ്റിയും ഇന്റഗ്രിറ്റിയുമാണ്. ഇന്ത്യയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഏതാണ് എന്നാ പറയുന്നത്? യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയുമാണ്. യൂണിറ്റി ആൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദ സെൽഫ് ഐഡന്റിറ്റി. ഇന്ത്യയുടെ സെൽഫ് ഐഡന്റിറ്റി ആയി പരിഗണിക്കുന്നത് യൂണിറ്റിയെയും ഡൈവേഴ്സിറ്റിയെയുമാണ്. യൂണിറ്റി എന്ന ഒരുമ, ഡൈവേഴ്സിറ്റി എന്ന വൈവിധ്യം. അപ്പൊ ഇന്ത്യയുടെ സെൽഫ് ഐഡന്റിറ്റി ആയി കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റിയെയും അതേപോലെ തന്നെ ഡൈവേഴ്സിറ്റിയെയുമാണ്. ആരുടെ അഭിപ്രായത്തില്? ഡൂബെയുടെ അഭിപ്രായത്തിൽ. കൂടാതെ മോറോവർ ദ ഡിഫറെന്റ് ഫാക്ട്സ് ഓഫ് കൾച്ചർ ലൈക്ക്, വ്യത്യസ്ത സംസ്കാരമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഏതൊക്കെ കാര്യത്തില്? മതപരമായ കാര്യങ്ങളില്, മ്യൂസിക്കില്, ആർട്ടില്, ആർക്കിടെക്ചറില്, പെയിന്റിങ്ങില്, ഡാൻസില്, ഡ്രാമയില്, ഹാബിറ്റില്, കസ്റ്റംസില്, ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഇന്ത്യ എന്നൊരു രാജ്യം നമ്മളുടെ ഒന്നാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും വ്യത്യസ്തമാണ്. ഓരോ സംസ്ഥാനത്തിലും നമുക്കറിയാം, മതം എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്ത മതങ്ങളാണുള്ളത്. മ്യൂസിക്, ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്ത മ്യൂസിക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആർട്ട്, ഓരോ സംസ്ഥാനത്തിന്റെയും ആർട്ട് എന്ന് പറയുന്നത് ഡിഫറന്റ് ആണ്. ആർക്കിടെക്ചർ, പെയിന്റിങ്, ഡാൻസ്, ഡ്രാമ, നമുക്കറിയാം കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഡാൻസ് ആണ് ഏത്? ഭരതനാട്യവും കഥകളി, ഭരതനാട്യമല്ല, മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ കേരളത്തിന്റെ മാത്രം കലാരൂപങ്ങളാ. ഭരതനാട്യം തമിഴ്നാടിന്റെയാണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ മാത്രമായിട്ടുള്ളതാണ് കേരള നടനം, മോഹിനിയാട്ടം, കഥകളി, ഇത്തരം ഓട്ടംതുള്ളൽ, ഇതൊക്കെ കേരളത്തിന്റെ മാത്രം കലാരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമാണെങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. മതപരമാണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, ആർട്ട് ആണെങ്കിലും, ആർക്കിടെക്ചർ ആണെങ്കിലും, പെയിന്റിംഗ് ആണെങ്കിലും, ഡാൻസ് ആണെങ്കിലും, ഡ്രാമ ആണെങ്കിലും, ഹാബിറ്റ് ആണെങ്കിലും, കസ്റ്റംസ് ആണെങ്കിലും, ഇതൊക്കെ ആചാരങ്ങളാണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. എന്നാൽ ഇവയെ ഒക്കെ നമ്മൾ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യ എന്നാൽ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാവരും എങ്ങനെ ജീവിക്കുന്നത്? യൂണിറ്റി, ഒരുമയോടും ഒത്തൊരുമിച്ച് ഇന്റഗ്രേഷനോട് കൂടിയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. അതാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകത. ഇവിടെ ഇന്നത്തെ കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 29 സംസ്ഥാനം ഉണ്ടെങ്കിൽ 29 സംസ്ഥാനത്തിലും വ്യത്യസ്ത കൾച്ചറാണുള്ളത്. പക്ഷെ ഈ വ്യത്യസ്ത ഏതൊക്കെ കാര്യങ്ങളില്? റിലീജിയൻ ആയിട്ടും, മ്യൂസിക് ആയിട്ടും, ആർട്ടായിട്ടും, ആർക്കിടെക്ചർ ആയിട്ടും, പെയിന്റിംഗ് ആയിട്ടും, ഡാൻസ് ആയിട്ടും, ഡ്രാമ ആയിട്ടും, ഹാബിറ്റ് ആയിട്ടും, കസ്റ്റംസ് ആയിട്ടും, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഇവയെയൊക്കെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൾച്ചറൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഒരുപാട് ടോപ്പിക്കുകൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എടുത്ത ടോപ്പിക്കുകൾ ഒന്നും കൂടി ഞാൻ പറയാം. കൾച്ചർ ആൻഡ് ബയോളജി, കൾച്ചർ, ട്രൈറ്റ് ആൻഡ് കൾച്ചർ കോംപ്ലക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ, ടൈപ്സ് ഓഫ് കൾച്ചർ, എലമെന്റ്സ് ഓഫ് കൾച്ചർ, അതേപോലെ തന്നെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, കൾച്ചറൽ ഇന്നവേഷൻ, കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, അസിമിലേഷൻ, സബ് കൾച്ചർ, കൗണ്ടർ കൾച്ചർ, കൾച്ചർ ഷോക്ക്, എന്തനോസെൻട്രിസം,
കൾച്ചറൽ റിലേറ്റീവിസം, മൾട്ടി കൾച്ചറാലിസം, ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, കൾച്ചർ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ. ഇത്രയും ടോപ്പിക്കുകൾ, ഒരുപാട് ടോപ്പിക് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വീഡിയോ ക്ലാസ്സുകൾ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ.